നമ്മുടെ തിരുവനന്തപുരത്തെ കുറിച്ച് ചില ആൾക്കാർ മോശമായിട്ടൊക്കെ പറയുമെങ്കിലും തിരുവനന്തപുരത്ത് വന്ന ആര് തിരിച്ചു പോവില്ല. നമ്മളിപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട, ഒരു 15 വർഷത്തിനകത്ത് സിംഗപ്പൂർ എങ്ങനെയാണ് താമസിക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ. ഒരു കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തവരാണ് നമ്മൾ. ഒരു ഫോൺ ചെയ്യണതിന് നമുക്ക് 8 രൂപ 9 രൂപ 10 രൂപ വരെ നമ്മൾ കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇടുക്കിയെ പോലെ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഈ ഭൂമിയിലില്ലെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. 25 ലക്ഷം രൂപ സർക്കാരിന്റെ നമ്മുടെ MLA-യുടെ വികസന ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ. പക്ഷെ ആ 25 ലക്ഷം രൂപയ്ക്ക് അടിപൊളി വീട് വെക്കാം. ബാംഗ്ലൂർ ഒരു ഫ്ലാറ്റ് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 നില കെട്ടിടം വെക്കുന്ന പൈസ ആവുള്ളൂ. ഒരു വസ്തു കൊണ്ടൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് കൊടുക്കാനുള്ള വസ്തുവാണെന്ന് പറഞ്ഞതിന് ശേഷം കമ്മീഷൻ വാങ്ങേണ്ടതല്ല ഈ ജോലിയുടെ പ്രത്യേകത. 13 നില വരെ ചെയ്ത് ആ ബിൽഡിങ്ങിൽ ആൾക്കാരും താമസമായി TC-യും കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് അനധികൃത നിർമ്മാണമെന്ന് പറഞ്ഞാൽ അതിന്റെ പേരെന്താണ്? നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു എയർപോർട്ട് വരേണ്ടത് ശബരിമല പോലെയുള്ളൊരു സ്ഥലത്താണ്. നമ്മുടെ രാജ്യത്തല്ല ആദ്യമായിട്ടൊരു പോർട്ട് വന്നത്. പോർട്ടുകൾ വന്നിട്ട് വർഷങ്ങളായി. അവിടെ മനുഷ്യർ ജീവിക്കുന്നില്ലേ, അവിടെ മീൻ പിടിക്കുന്നില്ലേ? ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതിൻ്റെ പിന്നോട്ടുള്ള ഒരു 30 വർഷത്തെ ആധാരമെങ്കിലും ഒറിജിനൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡ് മുഴുവനായിട്ട് കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സ് ആയും റീൽസ് ആയും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. ഈ എപ്പിസോഡിൽ നിന്നും ഇൻസൈറ്റ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അത് ചിലപ്പോൾ മറ്റൊരാളിന്റെ ലൈഫ് ചേഞ്ചിങ് ഡിസിഷനിലേക്ക് വഴിതിരിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സും നമുക്ക് തരിക. അതിലൂടെ ഇതുപോലെ നല്ല നല്ല എപ്പിസോഡുകളും നല്ല നല്ല എക്സ്പേർട്സിനെയും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോഴും എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ പൈസ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്. പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ട്രിവാൻഡ്രത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ്. വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത് റൈറ്റ് ടൈം ആണോ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റുമായി ഏകദേശം 25 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള അരുൺ വേലായുധൻ ചേട്ടനാണ്. അരുൺ ചേട്ടൻ കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് അസോസിയേഷൻ കെർക്കയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്. അപ്പൊ അരുൺ ചേട്ടനെ നമുക്ക് 42 പോഡ്കാസ്റ്റുകളിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം അരുൺ ചേട്ടാ. താങ്ക് യു. ഇപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പേടിക്കുന്ന, സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ പേടിക്കുന്ന ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാരണം വലിയൊരു ഫണ്ടിൻ്റെ ആവശ്യം അവിടെ ഉണ്ട്. രണ്ടാമത്തത് അതൊരു റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് ഇപ്പോഴും ആൾക്കാർക്കൊരു ധാരണയില്ല. അത് റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ള ധാരണ ഇല്ലാത്തതിൻ്റെ 2 റീസൺസ് ആണ് എനിക്ക് മനസ്സിലായത്. ഒന്ന്, നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലം വളരാൻ സാധ്യതയുള്ള സ്ഥലമാണോ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മുന്നോട്ട് ആ ഒരു സ്ഥലത്തിനൊരു ഗ്രോത്ത് ഉണ്ടോ എന്നുള്ള ഒരു സംശയം. രണ്ടാമത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ട്. ഇതിൻ്റെ നൂലാമാലകൾ എഴുത്തുകൂത്തുകളിൽ ഒരുപാട് ചിലവ് വരും എന്നുള്ളതും ഫണ്ട് കണ്ടുപിടിക്കണം എന്നുള്ളതും ഒക്കെയാണ്. അരുൺ ചേട്ടന് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ട്രിവാൻഡ്രം വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ ഏത് രീതിക്ക് നമുക്ക് കാണാൻ പറ്റും? ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞാൽ കഴിഞ്ഞൊരു 10-25 വർഷക്കാലമായിട്ട് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം, ദൈനംദിനമായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്, ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് പേര് വീട് വെക്കുന്നുണ്ട്. പക്ഷേ ഭൂമി വലുതാവുന്നില്ല. നിലവിലുള്ള ഭൂമി തന്നെയാണ്. ആ ഭൂമിയുടെ ഘടന തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. 100% സംഭവം എടുത്തു കഴിഞ്ഞാൽ അതിൽ 80% വെള്ളമാണ് ഈ ലോകത്ത്. ബാക്കിയുള്ളത് 20%. അതിൽ ഏകദേശം 5% 10% നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ലാൻഡാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വളരെ ചുരുങ്ങിയ ഒരു പ്രദേശം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന. പക്ഷെ അത് ഭൂമി ഉണ്ടാക്കാം. പക്ഷെ അത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നിലവിലുള്ളതിനേക്കാൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് മാറുകയാണ്. നമുക്ക് നിലവിൽ കുറച്ച് ഭൂമി മാത്രമേ ഉള്ളൂ. ആ ഭൂമിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭൂമി എത്രത്തോളം കൂടുതൽ ആൾക്കാർ വരുമോ അത്രത്തോളം ഡിമാൻഡ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ഭൂമി വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. 2, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഭൂമി വാങ്ങാറുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ നമ്മൾ ഭൂമി എടുത്താലും അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് ഏറ്റവും നല്ല ബെനിഫിറ്റ് ഉണ്ടാകുന്നൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇന്ന് വരെ ഒരു ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആരെങ്കിലും ഞാൻ വസ്തു വാങ്ങി 5 വർഷമായി, ഇപ്പോൾ കൊടുത്തപ്പോൾ അതിനേക്കാളും വില കുറച്ചാണ് കൊടുത്തത് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് ഭൂമി.
അതേസമയം നിങ്ങൾ ഷെയർ മാർക്കറ്റ് കേട്ട് കാണും. ഞാൻ ഒരുപാട് ഷെയർ എടുത്ത് എൻ്റെ പൈസ മുഴുവൻ പോയി. കാരണം അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്, ഏതാണ് താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ സംബന്ധിച്ച് ഒരു ബ്ലൈൻഡായിട്ട് ഒരാൾക്ക് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ പോലും അത്യാവശ്യം നല്ലതുപോലെ പേപ്പർ വർക്കുകൾ കൃത്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ ഗ്രാമങ്ങളിലായിക്കോട്ടെ നഗരങ്ങളിലായിക്കോട്ടെ അതൊരു റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതാണ് റിയൽ എസ്റ്റേറ്റ് ശ്രദ്ധിക്കേണ്ടത്. കേരളയിൽ പോലുള്ള പദ്ധതികൾ ഭാവിയിൽ അവിടെ വരത്തില്ല എന്ന് നോക്കണം. അല്ല, വന്നോട്ടെ, കേരളയിൽ വന്നോട്ടെ. നമുക്കൊരു 50 സെന്റ് സ്ഥലമുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെയാണ് കേരളയിൽ പോകുന്നത്. അങ്ങനെ കേരളയിൽ പോയി കഴിഞ്ഞാലും ഇന്ന് പഴയതുപോലെ അല്ല. സർക്കാരുകൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചിട്ട് ആൾക്കാരിൽ നിന്ന് വസ്തു പിടിച്ചെടുക്കാതെ അവർക്ക് മാന്യമായിട്ടുള്ള റെമ്യൂണറേഷൻ ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിഹിതം ഫെയർ വാല്യൂ കൊടുത്തുകൊണ്ട് തന്നെയാണ് വസ്തുക്കൾ എടുക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് എത്രയോ പ്രോപ്പർട്ടികൾ എടുത്തു. അതുപോലെ തന്നെ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് എത്രയോ പ്രോപ്പർട്ടികൾ എടുത്തു. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പം പഴയതുപോലെ അലിഗേഷൻസ് കേൾക്കാനില്ലല്ലോ. പക്ഷേ ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു പേടിയുണ്ട്. സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുമോ, ചിലപ്പോൾ അതിൻ്റെ പുറകെ വർഷങ്ങൾ ഓടേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. പഴയ ഇന്ത്യ അല്ല, ഇന്നത്തെ പുതിയ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് നെടുനീളത്തിൽ കിടക്കുന്ന നല്ല റോഡുകളാണ്. നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ മുൻപിൽ തന്നെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം വിശാലമായിട്ടുള്ള റോഡുകളാണ്. ഇന്ന് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഹൈവേകൾ, ഓരോ ഗ്രാമങ്ങളെയും ഗ്രാമീണ സടക്ക് യോജന എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി തന്നെ ഇട്ടു. കോടാനുകോടി രൂപ മുടക്കി കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ വികസനത്തെയാണ് കാണുന്നത്. കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ വളർച്ച എന്ന് പറഞ്ഞാൽ നമുക്കൊരു 50 വർഷം കൊണ്ട് ഉണ്ടാകാൻ പറ്റാത്തൊരു വളർച്ചയാണ് കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. അടുത്ത് ഞാൻ ഒരു കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡിന്റെ കണ്ടീഷൻ, അതായത് കംഫർട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് മോശം റോഡ് തിരക്കി പോയി. ചാക്കയിലുള്ള ഷോറൂമിൽ നിന്ന് ഞാൻ വണ്ടി എടുത്തിട്ട് മോശം റോഡ് എവിടെ ഉണ്ട് ചേട്ടാ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയ്യോ അത് ചേട്ടാ ബുദ്ധിമുട്ടാവും. കാര്യം നമുക്ക് പണ്ട് ഈ ഒരു സാധനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒത്തിരി മാറി. ഇന്ന് മോശം റോഡ് അന്വേഷിച്ചു പോവേണ്ട ഒരു രീതിയിലോട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നഗരത്തെക്കാളും വികസനം റോഡിന്റെ കാര്യത്തിൽ ഗ്രാമങ്ങളിലാണ്. അറിയാൻ പറ്റും. എനിക്കൊരു കുഞ്ഞു റിസോർട്ടുണ്ട് കുട്ടിക്കാനത്ത്. അപ്പം ഞാൻ മുമ്പ് യാത്ര ഉണ്ടായിരുന്നത് അടൂര് വഴി പത്തനംതിട്ട വഴി റാന്നി കോന്നി എരുമേലി വഴി കുട്ടിക്കാനം. ഇതാണ് നമ്മുടെ സ്ഥിര യാത്ര. പക്ഷേ ആ റോഡ് വളരെ മോശമായിരുന്നു. ഇപ്പോഴും അതേസമയം ഇപ്പം ഞങ്ങൾ പോകുന്ന യാത്ര എന്ന് പറഞ്ഞാൽ 5 ചെന്നിട്ട് നേരെ ആയൂർ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് പുനലൂർ വഴി പത്തനാപുരം വഴി റാന്നി കോന്നി റോഡെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി റോഡ്, മനോഹരമായിട്ടുള്ള റോഡ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡില്ല. കാരണം മറ്റത് ആ റോഡ് പോകുന്നതിനേക്കാളും 1 മണിക്കൂർ ലാഭമാണ്. യാത്ര ആസ്വദിക്കാൻ പറ്റും. നല്ലൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങ് എത്തിയത് അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു വരും. ഒന്ന് ആലോചിച്ച് നോക്കുക. രാവിലെ ഞാൻ കുട്ടിക്കാനത്ത് പോയിട്ട് വൈകുന്നേരം തിരിച്ച് രാത്രി വീട്ടിലെത്തും. സുഖകരമായിട്ടുള്ള യാത്ര. അപ്പോൾ ഒരു നാടിൻ്റെ വികസനം ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്തുന്നത് നാടിൻ്റെ വികസനം കൊണ്ടാണ്. പ്രത്യേകിച്ച് റോഡും ഇലക്ട്രിസിറ്റിയും. അത് വന്നു കഴിയുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു വികസനം ആയിക്കഴിഞ്ഞു. വെള്ളം, ഇലക്ട്രിസിറ്റി, റോഡുകൾ, ഇതാണ് നമ്മുടെ ഒരു നാടിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരും, പല കാര്യങ്ങൾക്കുമായിട്ട് വരും, നമ്മളെ സമീപിക്കും. നമുക്ക് പല കാര്യങ്ങളും നേട്ടം ഉണ്ടാവും. നാടിൻ്റെ മൊത്തത്തിലുള്ളൊരു വികസനം വരും. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആൾക്കാരുടെ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യും. അതുപോലെ സംസ്കാരം ഡെവലപ്പ് ചെയ്യും. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കും. കൾച്ചർ ഉണ്ടാവും, മതസൗഹാർദ്ദത ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞ പോലെ എവർഗ്രീൻ സിറ്റി എന്നാണ് ട്രിവാൻഡ്രത്തിനെ പറഞ്ഞത്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിനെ വെച്ചിട്ടാവും അദ്ദേഹം പറഞ്ഞത്. ട്രിവാൻഡ്രത്തിനെ മാത്രം പൊക്കി പറയുമല്ല, ഇവിടെ മാത്രം ഉണ്ടായ ഒരു സംഭവമാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ മറ്റൊരിടത്തും ഇല്ലാത്ത ഇതാണ് നമുക്കിവിടെ വിഴിഞ്ഞം പോർട്ടിൽ കിട്ടിയത്. അത് വന്നതിലൂടെ നമുക്കിവിടെ ഒത്തിരി ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴും അത് ധാരണ വന്നിട്ടില്ല. നമ്മുടെ വീട്ടിലോട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളതാ എന്നുള്ള വിചാരത്തിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നുന്നില്ല. നാളെ അവൻ കളക്ടർ ആവുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പൊസിഷനിലോട്ട് മാറുമായിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ള ആൾക്കാർക്ക് അതിനെപ്പറ്റി ധാരണയില്ല. ഒരു പോർട്ട് ഒരു സ്ഥലത്ത് വന്നാൽ അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ഏത് വിദേശ രാജ്യത്ത് വന്നാലും ഒരു മിനിമം അതിൻ്റെ 250 കിലോമീറ്റർ ചുറ്റളവ് വികസിക്കുമെന്നാണ്. നമ്മൾ ദുബായ് പോർട്ട് നോക്കാം, സിംഗപ്പൂർ പോർട്ട് നോക്കാം, അതുപോലുള്ള ഏത് പോർട്ട് നോക്കിയാലും. അപ്പോൾ 250 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് എറണാകുളം വരെയുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഒരു വിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈബ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഒരു കരച്ചിൽ പോലും ഇല്ലാതെ ജനിച്ച് വീണതേ ഉള്ളൂ. ഇനി അത് ഒന്ന് എണീറ്റ് നിന്ന് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഒരു വികസനം നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇപ്പോഴും
ഞാൻ പറയാം, ഇപ്പോഴും നമ്മുടെ കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇപ്പം കപ്പലുകൾ വന്നു തുടങ്ങി, കണ്ടെയ്നറുകളെല്ലാം അടുത്ത കുഞ്ഞു കുഞ്ഞു ഷിപ്പുകൾ കയറ്റി പോയി തുടങ്ങി. പക്ഷേ ഈ നാടിലേക്ക് വികസനം നമ്മുടെ കണ്ണിലെത്തണമെങ്കിൽ, സാധാരണക്കാർ അനുഭവിച്ചറിയണമെങ്കിൽ ഈ സാധനം പുറത്തേക്ക് വരണം. റെയിൽവേ കറക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ റോഡുകൾ ക്ലിയർ ആവണം, ഷിപ്മെൻറ്റുകൾ ക്ലിയറായിട്ട് പോകണം, സ്റ്റോർ ചെയ്യാനുള്ള ഗോഡൗൺസ് വരണം. അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു മാധുര്യം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സുഖം, ഇതിൻ്റെ ഒരു ഗുണഭോക്താവ് നമ്മുടെ നാടിലുള്ള ജനങ്ങളാവുന്നത്. ഇത് ഏകദേശം എന്നത്തേക്കിനായിരിക്കും കമ്മീഷൻ ആവുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു 3 മാസത്തിനകത്ത് ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കമ്മീഷൻ ചെയ്യും. കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പോർട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്കിൽ തീർന്നുവെങ്കിലും ഇപ്പോൾ തന്നെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞാൽ, ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഓർഗനൈസേഷൻ നമ്മുടെ ഓർഗനൈസേഷനാണ്. 25,000-ഓളം അംഗങ്ങളുള്ള കെർക്ക, കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് അസോസിയേഷൻ ഞങ്ങളുടെ സംഘടനയാണ്. ഞാൻ അതിൻ്റെ ഒരു സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഈ രീതിയിൽ നമ്മുടെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തമായ ഡെഫിനിഷനും അതിന് വ്യക്തമായ നിയമങ്ങളും അതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും സർക്കാരിനുണ്ടാവണം. സാധാരണ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ പ്രവർത്തിക്കത്തക്ക രീതിയിൽ വിദ്യാഭ്യാസവും വിവരവുമുള്ള കൺസൾട്ടൻറ്റുമാരെ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സിനെ നമ്മൾ മാറ്റി ഇപ്പോൾ കൺസൾട്ടൻറ്റുമാരാക്കി. ആ കൺസൾട്ടൻറ്റുമാരെ വാർത്തെടുക്കുന്നതിലുള്ള ഒരു ഉത്തരവാദിത്വം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇപ്പോൾ ഒരു ശക്തമായ നിയമമുണ്ട്, റെറ എന്നാണ് പേര്, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. അവർ നമുക്കൊരു ഒരു കൺസൾട്ടൻ്റ് ആവണം, ഇല്ലെങ്കിൽ ഒരു ബ്രോക്കർ ആവണം, ഇല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഏജൻ്റ് ആവണമെങ്കിൽ 25,000 രൂപ കൊണ്ടൊന്ന് അടച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ റെറയുടെ ഒരു ലൈസൻസ് ഇങ്ങോട്ട് തരും. അതുകൊണ്ട് ആർക്ക് എന്ത് ഗുണം? സർക്കാരിനൊരു 25,000 രൂപ കിട്ടി എന്നുള്ളതല്ലാതെ ഈ മനുഷ്യനെ സംബന്ധിച്ച് യാതൊരുവിധ ഗുണവുമില്ല. അതല്ല ചെയ്യേണ്ടത് സർക്കാർ. നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ ഗൈഡൻസ് കൊടുക്കണം, അവർക്കതിനുള്ള അറിവ് കൊടുക്കണം, അവർക്കതിനുള്ള ഒരു പാഠശാല ഇല്ലെങ്കിൽ പഠന കേന്ദ്രങ്ങൾ റെഡിയാക്കണം, അവർക്കതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അവരെ കൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗുണമുണ്ടാവണം, അവർക്കതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം. ഇപ്പം തന്നെ ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് 2-3 തരത്തിലാണ് വസ്തുക്കളുള്ളത്. ചില വസ്തുക്കൾ നിലമായിട്ടാണ് കിടക്കുന്നത്, ചിലത് പുരയിടമായിട്ടാണ് കിടക്കുന്നത്, ചിലത് തരം മാറ്റിയ പുരയിടമാണ്, നിലം തരം മാറ്റി പുരയിടമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ ഏതിൽ വീട് വയ്ക്കാൻ പറ്റും, ഏതിൽ വീട് വയ്ക്കാൻ പറ്റില്ല, ഏതെല്ലാം നമുക്ക് കൃഷിഭൂമിയായിട്ട് ഉപയോഗിക്കേണ്ടതാണ്, തണ്ണീർത്തടം എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലെ തന്നെ വസ്തു തരം മാറ്റുന്നതിന് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇതെല്ലാം ഒരു കൺസൾട്ടൻ്റായിട്ട് നിൽക്കുന്ന ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കണം, അയാൾ പഠിച്ചിരിക്കണം. ഇത് ഒരു അറിവും ഒരു ബോധവും ഇല്ലാത്ത കുറേയധികം ആൾക്കാർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ഒരു തൊഴിലായിട്ട് ഇത് മാറാൻ പാടില്ല. അത് കൂടുതലും എനിക്ക് തോന്നുന്നു അതിലുള്ള ബെനിഫിറ്റ് കണ്ടിട്ടായിരിക്കണം. അത് സർക്കാർ നിജപ്പെടുത്തട്ടെ. ഞാൻ പറയുന്നത്, സാധാരണഗതിയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വിൽക്കുന്ന ആൾ, ഒരു പ്രോപ്പർട്ടി വിൽക്കുന്ന ആൾ 3%, വാങ്ങുന്ന ആൾ 1% കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിലേക്ക് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്, സർക്കാർ നിശ്ചയിക്കട്ടെ എത്ര കമ്മീഷൻ വാങ്ങണം, എത്രയാണ് സർവീസ് ചാർജ്, ഇത് സർക്കാർ നിശ്ചയിച്ച് തന്നാൽ മതി, കുഴപ്പമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനൊരു വ്യക്തമായ നിയമം ഉണ്ടാവും. ആ നിയമം എല്ലാവരും പാലിക്കപ്പെടാൻ തയ്യാറാവും. ഈ മേഖല ശുദ്ധീകരിക്കപ്പെടും. ഒരു ആളിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരുമ്പം അയാളുടെ മുമ്പിൽ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് ആരാണ്, ജെന്യൂൻ അല്ലാത്തൊരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് ആരാണ്, എങ്ങനെ കണ്ടുപിടിക്കും? ഇന്ന് എല്ലാവരും നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പം നമുക്കൊരാളെ കണ്ടു തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരും, ഒരുപാട് ആൾക്കാർ വരും, നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കമ്പനികൾ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനെയൊക്കെ തിരിച്ചറിയാനും ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കാനുമുള്ള ഒരു കേപ്പബിലിറ്റി നമ്മുടെ സർക്കാർ കാണിക്കണം. എല്ലാത്തിനും ഒരു നിയമം കൊണ്ടുവരണം. നമ്മൾ ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സുരക്ഷിതത്വം ഒരുക്കിക്കൊണ്ടുള്ള രീതിയിലായിരിക്കണം കാര്യങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, തിരുവനന്തപുരത്ത് ഒരുപാട് സാധ്യതകളും ഒരുപാട് വലിയ സംഭവങ്ങളുള്ള ഒരു സംഭവമാണ്. ഒരു സാധനം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ 80% സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്, ട്രിവാൻഡ്രത്തു നിന്നാണ്. റെയിൽവേ സിസ്റ്റം നോക്കുകയാണെങ്കിൽ സദേൺ റെയിൽവേയിലെ ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വഴിയാണ്. അപ്പോൾ അടുത്തൊരു 10 വർഷത്തിൽ തിരുവനന്തപുരം എന്തായിത്തീരും? നമ്മൾ കഴിഞ്ഞൊരു 15 വർഷം എടുത്ത് നോക്കിയാലും മനസ്സിലാവും. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ തിരുവനന്തപുരത്തെക്കുറിച്ച് ചില ആൾക്കാർ മോശമായിട്ടൊക്കെ പറയുമെങ്കിലും തിരുവനന്തപുരത്ത് വന്ന ആര് തിരിച്ചു പോവില്ല. എന്തുകൊണ്ടാണ്? ഞാൻ തന്നെ കോട്ടയത്ത് നിന്ന് ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേരാണ് ഒറിജിനലി തിരുവനന്തപുരം എന്ന് പറയാൻ പറ്റുന്നത്. തിരുവനന്തപുരത്ത് വന്നാൽ ആരും തിരിച്ചു പോവാത്തത് മറ്റൊന്നും കൊണ്ടല്ല,
നമ്മൾ ഈ നാടിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഓരോ ആൾക്കാർ തിരുവനന്തപുരത്ത് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒന്ന് സെക്രട്ടേറിയറ്റിലൊരു ജോലി, യൂണിവേഴ്സിറ്റിയിലൊരു ജോലി, ഒരു സർക്കാർ ഉദ്യോഗമായിട്ട് ബന്ധപ്പെട്ട് വരും. വന്നിട്ട് പിന്നെ ഭർത്താവിനെ കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഭർത്താവ് ഒരു ജോലിയായിട്ട് വരും, മക്കളിവിടെ ജനിക്കും, മക്കളിവിടെ കോളേജിൽ പഠിപ്പിക്കും, ഇവിടെ അങ്ങ് പെർമനൻ്റ് ആവും. പിന്നെ അവർ കോഴിക്കോടോ കണ്ണൂരോ കോട്ടയം ആണെങ്കിലും അവർ നാട് തിരുവനന്തപുരമായിട്ട് മാറും. നമ്മൾ അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അപ്പോൾ അതാണ് ഞങ്ങളുടെ തിരുവനന്തപുരത്തുകാരുടെ ഒരു മനസ്സ്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. പിന്നെ ഇനിയുള്ള ഡെവലപ്മെൻറ്റ് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതായിരിക്കില്ല. തിരുവനന്തപുരം ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് അതിന് ഏറ്റവും നിർണായകമായ പങ്ക് റിയൽ എസ്റ്റേറ്റുകാരാണ് വഹിച്ചിട്ടുള്ളത്. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയ ടെക്നോ പാർക്കിൻ്റെ മുമ്പിലാണ് നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നതിന് തൊട്ട് ഫ്രണ്ടിലെത്തിയ ഈ നാട് മനോഹരമാണ്, ഈ നാട് വികസിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്തുകൊണ്ടാണ്? നല്ല റോഡ്, നല്ല ഗാർഡൻ, നല്ല ബഹുനില കെട്ടിടങ്ങളല്ലേ. അതുകൊണ്ടല്ലേ നമുക്കത് ആ നാട് നല്ല ഡെവലപ്മെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഇതൊക്കെ ചെയ്ത ആരാ? സർക്കാർ അല്ല. ഇതൊക്കെ ചെയ്തത് സത്യത്തിൽ ഓരോ സ്വകാര്യ വ്യക്തികളാണെങ്കിൽ പോലും ഓരോ ബിൽഡർമാർ അവരുടെ സൃഷ്ടിക്കനുസരിച്ച് അവർ നല്ല നല്ല ആർക്കിടെക്റ്റുകളെ കണ്ടുപിടിച്ച് അവർ മനോഹരമായിട്ടുള്ള സൗധങ്ങൾ ചെയ്ത് അവിടെ നല്ല വാട്ടർഫാൾസ് ഉണ്ടാക്കി, അവിടെ നല്ല ഗാർഡൻ ഉണ്ടാക്കി, അവിടെ നല്ല പ്ലേ ഏരിയ ഉണ്ടാക്കി, അവിടെ വരുന്ന ആൾക്കാർക്ക് എല്ലാ ഫെസിലിറ്റികളും കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഈ നാട് ഡെവലപ്പായത്. അവിടെ ഓരോ കാര്യത്തിനും ഒരു ബിൽഡർ ആയിക്കോട്ടെ, ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആയിക്കോട്ടെ, ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് ആയിക്കോട്ടെ, ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിക്കോട്ടെ, അവർക്കെല്ലാം നിർണായകമായ പങ്കുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. നമുക്കൊരു വീട് വെക്കണം. പണ്ടൊക്കെ ഉണ്ടായിരുന്നത് എങ്ങനെയാണ്? 50 സെൻറ്റ്, 1 ഏക്കർ, 1.5 ഏക്കർ, ഈ സ്ഥലമൊക്കെ അല്ലേ ഉണ്ടായിരുന്നത്. ഇത് വാങ്ങി നമുക്ക് വീട് വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഏതെങ്കിലുമൊക്കെ റിയൽ എസ്റ്റേറ്റുകാരനോ ഇല്ലെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ അതിനെ വാങ്ങി ഒരു 10 പ്ലോട്ടാക്കും, അല്ലെങ്കിൽ ഒരു 5 പ്ലോട്ടാക്കും. നമ്മളതിലൊരു 5 സെൻറ്റോ 10 സെൻറ്റോ വാങ്ങി നമ്മളൊരു വീട് വെച്ച് താമസിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഇതൊക്കെ നമ്മൾ ഡെവലപ്പായതിൻ്റെതും ഇത്രയും ആൾക്കാരും പോപ്പുലേഷനും ഒക്കെ വന്ന് ഈ നാട് ഡെവലപ്പായതിൻ്റെ പിന്നിലൊക്കെ ഒരു റിയൽ എസ്റ്റേറ്റുകാരനുണ്ട്. ഒരു തർക്കമില്ല കാര്യത്തിൽ. അതുപോലെ തന്നെ പുതിയ കമ്പനികൾ വരുമ്പോഴും പുതിയ വ്യവസായ ഓപ്പർച്യൂണിറ്റിയും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ഒക്കെ വരുമ്പോൾ അത് നാടിന് നമ്മൾക്ക് മൊത്തത്തിലൊരു ഡെവലപ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ സാധാരണക്കാരന് സഞ്ചരിക്കണമെങ്കിൽ, നമുക്ക് ഇതിൻ്റെയൊക്കെ ഭാഗമാകണമെങ്കിൽ, ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മളൊരു ഷിപ്പ് വന്നു, അതിനകത്ത് ഒരു 250 സഞ്ചാരികളുണ്ടായിരുന്നു. ഒരു വലിയ ഷിപ്പാണ് വന്നത്. അവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവർ ഹോട്ടലിൽ പോയി താമസിക്കും. ആ ഹോട്ടലുകാരന് പൈസയായി. ലുലു മോളിൽ വന്ന് സാധനം വാങ്ങും, ലുലു മോളുകാരന് പൈസയായി. ഒരു കമ്പനി വന്നു, ഒരു ബഹുനില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അവിടെ 100 സ്റ്റാഫുണ്ട്. ഈ സ്റ്റാഫിന് താമസിക്കണ്ടേ? അക്കോമഡേഷൻ കൊടുക്കുന്ന ആളിന് ബിസിനസ്സായി. അതുപോലെ തന്നെ ഇവരെങ്ങനെ ഓഫീസിൽ പോവും? ഞായറാഴ്ച ഒരു ദിവസം അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? സിനിമയ്ക്ക് പോവില്ലേ? മ്യൂസിയത്തിൽ പോവില്ലേ? കനകക്കുന്ന് കൊട്ടാരത്തിൽ പോവില്ലേ? വൈകുന്നേരം ഫാമിലിയായിട്ട് സിറ്റിക്കകത്ത് പോവില്ലേ? ഇതെല്ലാം നമ്മുടെ നാട്ടിലല്ലേ ചിലവാകുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാവരും റിച്ചാവും. നമ്മളിപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട, ഒരു 15 വർഷത്തിനകത്ത് സിംഗപ്പൂർ എങ്ങനെയാണ് താമസിക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ. ഇത്രയും സംഭവങ്ങൾ, ഇത്രയും ബെനിഫിറ്റ് ഈ നാട്ടുകാർക്ക് ഉണ്ടാകുമ്പോഴും എന്തിനാണ് ഇതുപോലെ ചില ആൾക്കാർ ഡെവലപ്മെൻറ്റിനെതിരെ നിൽക്കുന്നത്? ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു ഒരുപാട് പേര് അത് വേണ്ട, അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞ് സമരം ഇറങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ ഒരു സെഗ്മെൻറ്റ് ചിന്തിക്കുന്ന ആൾക്കാരുള്ളത്? നമ്മളെ നാട് ഒന്നിനെയും അങ്ങോട്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമുക്ക് പുരോഗമനവാദികളെക്കാൾ ഉപരി അധോഗമനവാദികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരു കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തവരാണ് നമ്മൾ. ഒരു കാറ് കൊണ്ടുപോയപ്പോൾ ആദ്യത്തെ കാർ അടിച്ച് പൊട്ടിച്ച് കാളവണ്ടി വേണമെന്ന് ശഠിച്ചവരാണ് നമ്മൾ. വിദേശ യൂണിവേഴ്സിറ്റികൾ വന്ന് നമ്മുടെ നാട്ടിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ VC ഓട്ടിച്ചിട്ടടിച്ച് അദ്ദേഹത്തിന് മഷി കുടഞ്ഞു വിട്ട നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും. പക്ഷേ ഒരു കാര്യം എനിക്കിപ്പോഴും ഖേദകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാം? നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ MLA മാർ, നമ്മുടെ സാമാജികരെല്ലാവരും തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ഡെവലപ്മെൻറ്റും അവിടുത്തെ നാടിൻ്റെ വികസനവും കണ്ടിട്ട് വരുന്നവരാണ്. പല ആൾക്കാരും സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ബൂർഷ്വാ രാജ്യമാണ്, അമേരിക്കയെ നമ്മൾ വെറുക്കണം. പക്ഷെ ആവശ്യം വന്നാൽ നമ്മൾ അമേരിക്കയിൽ പോയി ചികിത്സിക്കും, അമേരിക്കയിൽ പോയി താമസിക്കും, നമ്മളെ മക്കളെ നമ്മൾ അവിടെ വിട്ട് പഠിപ്പിക്കും, നമ്മുടെ ഫാമിലി നമ്മളവിടെ സെറ്റിലാവും. അപ്പോൾ അവനവൻ്റെ കാര്യം വരുമ്പോൾ ഈ നയങ്ങളൊന്നും നമുക്കില്ല. മറ്റുള്ളവരുടെ കാര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ നയങ്ങളൊക്കെ നമുക്ക് വരും. ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. നമുക്ക് ആദ്യം ഒന്നും ബുദ്ധിമുട്ടുമെങ്കിലും നമ്മൾ ഇതിനെ നന്നായിട്ട് തന്നെ കുടിച്ചിറക്കിക്കോളും. ഇതൊക്കെ നമ്മൾ സമരം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ടെന്നറിയാമോ? നമുക്ക് എന്ത് കിട്ടും? നമ്മളെ വന്ന് കാണണമല്ലോ അവർ. പുതിയ കമ്പനി വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നാടിന് വികസനം ഉണ്ടായിട്ട് എനിക്കെന്ത് കാര്യം? ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് നല്ല ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു ഒബ്ജക്ഷൻ വരുമ്പോൾ, ഒരു വിഷയം വരുമ്പോൾ അവരെ വന്ന് കാണും.
നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം, ഇന്നൊരു കാര്യം ചെയ്ത്, അപ്പോൾ അവർക്ക് ഡിമാൻഡ് വയ്ക്കാം, ഇന്ന കാര്യങ്ങളൂടെ ചെയ്തിട്ട് നമുക്കിതങ്ങ് പോകാം. ഇതിന് വേണ്ടിയിട്ട് കൂടെയാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഇത് നാടിൻ്റെ വികസനത്തെ സ്വപ്നം കാണുന്ന, ഈ നാട് വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ വരും തലമുറ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളും ഈ ഒരു പോർട്ടിൻ്റെ വിഷയത്തിലോ ഒരു നാടിൻ്റെ വികസനത്തിനോ എതിര് നിൽക്കില്ല. ഒത്തിരി ഹോസ്പിറ്റൽസ് ഇപ്പം SP ഫോർട്ട് ബൈപ്പാസിൽ എയർപോർട്ടിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അവർ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. ആസ്റ്റർ മെഡിസിറ്റി വരുന്നുണ്ട്. ഓൾറെഡി എനിക്ക് തോന്നുന്നു പണി ഏകദേശം കഴിയാറായിട്ടുണ്ടാവും അല്ലേ? ആസ്റ്റർ മെഡിസിറ്റി അതുപോലെ തന്നെ കിംസും ഒക്കെ തന്നെ ഒരു വലിയ കമ്പനി ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്, പോയി ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ജനത്തിന് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം അത് നഷ്ടപ്പെടും. കാരണം കിംസിൽ പോകണോ അസ്റ്ററിൽ പോകണോ എന്നുള്ളൊരു ചിന്ത നമുക്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. ഇത് രണ്ടും ഒരാളുടെ കയ്യിലാണെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഒരു ഫോൺ ചെയ്യണതിന് നമുക്ക് 8 രൂപ 9 രൂപ 10 രൂപ വരെ നമ്മൾ കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് വടക്ക് 50 പൈസ ഉള്ളായിരുന്നു. അന്ന് വടക്ക് 50 പൈസ ഉള്ളൂ. വലിയ നോക്കിയ ഫോണും കൊണ്ടൊക്കെ നമ്മളെന്തോ വലിയ അഭിമാനത്തോടെ നടന്നിരുന്ന ഒരു കാലഘട്ടം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എങ്ങനെയാണ് ആ ഫോണിൻ്റെ ചാർജ് കുറഞ്ഞതെന്നറിയാമോ? ഒരുപാട് കമ്പനികൾക്ക് അവസരം കൊടുത്തു. ഐഡിയ വന്നു, റിലയൻസ് വന്നു, വോഡാഫോൺ വന്നു. ഇവരെല്ലാം മത്സരിച്ച് കുറച്ചു. പിന്നെ അവസാനം ഔട്ട് ഗോയിങ് കോളിനെ പൈസ ഇല്ലാതായി, ഇൻകമിങ് കോളിനെ പൈസ ഇല്ലാതായി. ഇപ്പം നമുക്ക് ഒരു ചെറിയ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാവുന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗുണകരമാവും. ഇവിടെ വലിയ വലിയ കമ്പനികൾ വന്ന് ഭീമന്മാരെ വാങ്ങുമ്പോൾ അവിടെ നഷ്ടം വരുന്നത് സാധാരണക്കാരനാണ്. പിന്നെ ഇവരെല്ലാം വലിയ വലിയ ഭീമന്മാർ തിരുവനന്തപുരം പോലെയുള്ള ഒരു കൊച്ചു പട്ടണത്തിലേക്ക് വന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവർ വികസനത്തെയും അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെയും മുൻകൂട്ടി കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ലുലു ഇവിടെ തുടങ്ങുമ്പോൾ, തിരുവനന്തപുരത്ത് തുടങ്ങുമ്പോൾ ലുലുവിൻ്റെ കസ്റ്റമറായിട്ട് അവർ ചിന്തിക്കുന്ന തിരുവനന്തപുരത്തുകാരെ അല്ല, തിരുനെൽവേലി മുതലുള്ള ആൾക്കാരെയാണ് അവരുടെ കസ്റ്റമറായിട്ട് ചിന്തിക്കുന്നത്. അത്തരത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കും കമ്പനികൾക്കും മാത്രമേ ഇനി കാര്യങ്ങൾ സർവൈവ് ചെയ്ത് പോകാൻ പറ്റൂ. നമ്മുടെ ലാൻഡ്സ്കേപ്പ് പല രീതിയിലുണ്ട്. ഒരു ക്രൂസ് ടൂറിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിക്ക് ഇതിനെ ഡെവലപ്പ് ആവും. എക്കോ ടൂറിസത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതും. അപ്പം ഇങ്ങനെ ടൂറിസം മേഖലയും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയും തന്നെ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം ആ മേഖലയിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഈശ്വരാധീനം കൊണ്ടും ഭാഗ്യം കൊണ്ടും ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇറ്റലിയും ജർമ്മനിയും ഫ്രാൻസും സ്വിറ്റ്സർലൻഡും ഒക്കെ തന്നെ നമ്മൾ കാണുമ്പോഴും അതിനേക്കാളും ഒക്കെ മനോഹരമാണ് നമ്മുടെ കേരളം. ഒരു തർക്കമില്ല. ഞാൻ ഈ ഭൂമിയിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും പിടിച്ചു കുലിക്കിയ ഒരു സ്ഥലം ഇടുക്കിയാണ്. ഇടുക്കിയെ പോലെ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഈ ഭൂമിയിലില്ലെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. അത്ര മനോഹരമാണ്, നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇടുക്കിയുടെ 1% 99% ഇട്ടിരിക്കുകയാണ്. 1% മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഞാൻ പറയാം. നമുക്ക് കായലുണ്ടോ? കായലുണ്ട്. കടലുണ്ടോ? കടലുണ്ട്. നമുക്ക് വനമുണ്ടോ? വനമുണ്ട്. നമുക്ക് കുന്നുണ്ടോ? കുന്നുണ്ട്. തിരുവനന്തപുരം ഇത്രയും അനുഗ്രഹീതമായിട്ടുള്ളൊരു സ്ഥലമാണ്. പൊന്മുടി പോലെയുള്ളൊരു സ്ഥലം, ഏറ്റവും വലിയൊരു ഹിൽ സ്റ്റേഷൻ. പൂവാറ് പോലെയുള്ളൊരു സ്ഥലം, ഐലൻഡ് റിസോർട്ടുകളുണ്ട്. കടലും കായലും ഒരുമിച്ച് ചേരുന്ന സ്ഥലം. വിഴിഞ്ഞം, പൂവാറ്, വർക്കല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് തീരദേശ ഹൈവേ തന്നെ, നമുക്ക് തീരദേശത്തൂടെ തന്നെ എവിടെ വേണോ പോവാം. ആ കടലിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. കായൽ, ബോട്ടിങ്, അങ്ങനെ എന്തും കൊണ്ട് സമൃദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം. ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ മന്ത്രി മറ്റൊന്നും കൊണ്ടല്ല പറഞ്ഞ, മന്ത്രി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം സാധാരണക്കാരിലേക്ക് എത്തുന്നു, ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണെങ്കിലും അദ്ദേഹം എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതില്ല എന്ന് പറയാൻ കഴിയില്ല. ഏകദേശം 6.64 ക്രോർസ് എനിക്ക് തോന്നുന്നു ടൂറിസത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അലോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അത് കുറച്ചുകൂടെ ക്യാമ്പയിനൊക്കെ നടത്തി കുറേ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് അതുപോലെ തന്നെ ഈ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒരു എൻകറേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ ചെയ്തു കൊടുത്തിരുന്നു എങ്കിൽ, ഇപ്പോൾ ലോണ് എടുത്ത് പശുവിനെ വളർത്തുമ്പോഴത്തേക്ക് അതിന് ഈ പുണ്ണാക്ക് കൊടുത്താൽ അവർക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുണ്ണാക്ക് പശുവിന് കൊടുത്തേ പറ്റൂ. അതേസമയം സബ്സിഡി ആയിട്ട് പുണ്ണാക്ക് വാങ്ങുന്നതിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ എടുത്ത് അവർക്ക് എന്തും ചെയ്യാം. സബ്സിഡി ഇല്ല, പശുവിന് പുണ്ണാക്കാണ് സബ്സിഡി. ആ പുണ്ണാക്ക് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ഈ പുണ്ണാക്ക് വാങ്ങിച്ച് കൃത്യമായിട്ട് പശുവിന് കൊടുത്ത് കാര്യങ്ങൾ നടത്തും. അതേസമയം ഒരു പശു വളർത്തുന്നതിന് 1000 രൂപ എന്ന് പറഞ്ഞാൽ 1000 രൂപ വാങ്ങിച്ച് കുട്ടികൾക്ക് ഫീസ് കൊടുക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വാങ്ങിക്കും.
എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കണം കാര്യങ്ങൾ. പറഞ്ഞു വരുന്നത് എന്താണ്? ഈ ടൂറിസം മേഖലയിലായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും സർക്കാർ അതാത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇതുപോലെ ദീർഘവീക്ഷണത്തോടു കൂടി ആ ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് പോവാത്ത രീതിയിൽ. ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതി അറിയാമോ? ഒരു ബസ് സ്റ്റോപ്പ് കെട്ടണം, ആ ബസ് സ്റ്റോപ്പിൻ്റെ മൊത്തം ടോട്ടൽ കോസ്റ്റ് 10 ലക്ഷം രൂപയാണ് ചിന്തിക്കുക. ഈ 10 ലക്ഷം രൂപയുടെ ഈ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ഒരു പാലം പണി തീരണമെങ്കിൽ സർക്കാർ 50 ലക്ഷം രൂപ അനുവദിക്കണം. 50 ലക്ഷം രൂപ അനുവദിച്ചാൽ മാത്രമേ ഈ 10 ലക്ഷം രൂപ നമുക്ക് സാധാരണക്കാരന് ഗുണമായിട്ട് ഗുണഭോക്താവിന് കിട്ടുള്ളൂ. കാരണം അത് ഞാൻ പറയാം, നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. 25 ലക്ഷം രൂപ സർക്കാരിൻ്റെ നമ്മുടെ MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ. പക്ഷെ ആ 25 ലക്ഷം രൂപയ്ക്ക് അടിപൊളി വീട് വെക്കാം. എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാനൊരു ഫേസ്ബുക്കിൽ കണ്ടതാണ്, 25 ലക്ഷം രൂപയുടെ ഒരു ബസ് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ആ നാട്ടിലെ കൊച്ചു പയ്യന്മാർ ചേർന്ന് 5 ലക്ഷം രൂപ പിരിച്ചു അതിനേക്കാളും ഗംഭീരമായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്ത് പണിത് വെച്ചിരിക്കുന്നത്. അതാണ് കാലം. കാരണം എന്താണെന്നറിയാമോ? ഇത് എഞ്ചിനീയർക്ക് പൈസ കൊടുക്കണം, തഹസിൽദാർക്ക് പൈസ കൊടുക്കണം, അളവെടുക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കണം, ഓഡിറ്റർക്ക് പൈസ കൊടുക്കണം, ഇത് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫീസർക്ക് പൈസ കൊടുക്കണം. ഇനി മന്ത്രിയുടെ ഓഫീസ് മുതൽ ഇങ്ങ് അറ്റം വരെയുള്ള എല്ലാവർക്കും മാമൂലുകൾ കൊടുത്താൽ മാത്രമേ പല കാര്യങ്ങളും ഈ നാട്ടിൽ നടപ്പാവുന്നുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിഷയം, നമ്മുടെ ശാപം അതാണ്. കാരണം എല്ലാവർക്കും പൈസ വേണം. അപ്പം 10 ലക്ഷം രൂപയുടെ സാധനത്തിന് 50 ലക്ഷം രൂപ അനുവദിച്ചാൽ മാത്രമേ ആ കാര്യം ഒരു കോൺട്രാക്ടർക്ക് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുള്ളൂ. അത് മാറണം. ഇപ്പം ട്രിവാൻഡ്രത്തിന് നോക്കുവാണെങ്കിൽ ബിസിനസ് മേഖല എന്നല്ല, ഇപ്പം ടെക്നോളജിയുടെ കാര്യത്തിലും ഇപ്പോൾ ടെക്നോ പാർക്ക് ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് സോഫ്റ്റ്വെയറിൻ്റെ മേഖലയിൽ. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഏകദേശം 80% സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിങ് നടക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് കെയറിൽ, അഗ്രികൾച്ചർ, പിന്നെ ബയോടെക്നോളജി, ഇതിലും ഈ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ട്രിവാൻഡ്രത്ത് വളരെ കാര്യമായി നടക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്ത്യയിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലാണ്. എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്, പല മേഖലകളിലും ഇവിടെ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിന് നല്ലൊരു വ്യക്തമായ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട നിയമമാണ് തണ്ണീർത്തട സംരക്ഷണ നിയമം. നമ്മുടെ നിലവിലെ വയലുകളായിട്ടുള്ള ഭൂമികൾ അത് നികത്താൻ പാടില്ല എന്നും, അത് നികത്തി കഴിഞ്ഞാൽ ഇത്ര % നികത്താൻ പറ്റുള്ളൂ എന്നും, അതിന് കൃഷി ഓഫീസറുടെ അനുമതി വേണമെന്നും ഒക്കെയുള്ള നല്ല നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു വികസനം എന്ന് പറയുന്നത് എപ്പോഴും ഭൂമിയുടെ ഘടനയെയും ഭൂമിയുടെ നിലനിൽപ്പിനെയും നിലനിർത്തിക്കൊണ്ടായിരിക്കണം. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ട് ചെയ്യരുത് എന്ന് പറയുന്നത് അങ്ങനെ ആവരുത്. കാരണം ഈ ബഹുനില കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കി നമുക്ക് ചില സ്ഥലങ്ങളിലെല്ലാം ആപത്തും അപകടങ്ങളും ഇതുപോലെ തന്നെ ഭൂമി കുലുക്കങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഭൂമിയുടെ ഗർഭപാത്രം വരെ തുരന്നെടുക്കുന്ന ചില കാര്യങ്ങളാണ്. അത് നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ. അത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ നിലപാടുകൾ ഇപ്പോഴത്തെ സർക്കാരുകൾ എടുക്കുന്നുണ്ട്. അത് സ്വാഗതാർഹമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ നദികൾ ഒന്നും ഒഴുകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഏത് നദി നമ്മൾ എടുത്തു നോക്കിയാലും അറിയാം. കാരണം മണൽ കൊണ്ട് നിറഞ്ഞുപോയി, അണക്കെട്ടുകളുടെ എല്ലാം അളവ് കുറഞ്ഞു, വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സംഭരിക്കാനുള്ള സംഭരണശേഷി നഷ്ടപ്പെട്ടു പോയി. ഈ മണൽ എടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് മണലെടുത്ത് അതും ക്ലീനായിട്ട് നല്ല രീതിയിൽ ആക്കി കഴിഞ്ഞാൽ നല്ലൊരു വ്യവസായമായിട്ട് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് എന്തുകൊണ്ടായിരിക്കും ആ മണലിടയ്ക്ക് ആ ഒരു മണൽ മാഫിയ എന്ന് പറഞ്ഞിട്ടൊരു ഇപ്പം റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയ എന്ന് പറയുന്ന ഒരു ചില ആൾക്കാർ അങ്ങനെ പറയുന്ന ഒരു രീതി. മണലെടുക്കുന്നത് അത് ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടാണോ അങ്ങനെ ഒരു ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടും മാത്രമല്ല ഞങ്ങൾക്ക് എന്തിനീ പേരുദോഷം ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത കൊണ്ടുമാണ് സത്യത്തിൽ അത് ചെയ്യാതെ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വെള്ളത്തിന് ഒഴുകാനുള്ള ഒരു വഴി ശരിയാവണ്ടേ, ഒരു പാത്രം റെഡിയാവണ്ടേ? ഈ മണൽ വന്ന് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വന്നാൽ തന്നെ കരകയറി പോവില്ലേ? ഓരോ നദികൾക്കും ആഴം വേണ്ടേ? മണലിങ്ങനെ കൂടിക്കിടക്കുകയല്ലേ, മണ്ണ് നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. അത് മാറ്റണം. അപ്പൊ ശരിക്കും മണലെടുക്കുന്നത് നല്ലതാണ്. മണലെടുക്കുന്നത് നല്ലതാണ്. കുറേയധികം മണൽ മാറ്റണം നമ്മൾ. കാരണം മണൽ മാറ്റിയാലല്ലേ നല്ലതുപോലെ ജലത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ആരെടുക്കും? നീ എടുക്കുമോ ഞാൻ എടുക്കുമോ? എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയം ഉണ്ടാവുമോ? ആ പേരുദോഷം സർക്കാരിനെ ബാധിക്കുമോ? മറ്റ് അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് അതിന് ലൂപ്പ് ഹോളുകളില്ലാതെ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തപ്പെടണം. എന്താണ് ഈ മണലിന്റെ കാര്യത്തിലുള്ള ലീഗൽ ഇഷ്യൂസ് എന്താണെന്ന് വരിക? നമ്മുടെ സൈഡിൽ കൂടെ ഉള്ളൊരു നദി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതിൽ നിന്ന് നമ്മൾ മണലെടുത്തു പുറത്ത് വിൽക്കുവാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുകയാണ്, അപ്പം അത് കംപ്ലീറ്റ്ലി ഇല്ലീഗലാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. അല്ല, അത് അനധികൃതമായിട്ടുള്ള ഖനനം. അത് ഏത് കാര്യത്തിലായിക്കട്ടെ. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മളൊരു
പുരയിടത്തിലിരിക്കുന്ന പാറ, അത് നമ്മൾ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതെ പൊട്ടിച്ചാൽ അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ പൊട്ടിക്കപ്പെടാനായിട്ട് ഇവിടെ നിയമങ്ങളുണ്ട്. നമുക്കൊരു ക്വാറി ഉണ്ടാവണമെങ്കിൽ, പാറ പൊട്ടിക്കണമെങ്കിൽ നിയമമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ നദി നമ്മുടേതായിക്കോട്ടെ, നമ്മുടെ പുരയിടത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്നതായിക്കോട്ടെ, നമ്മൾ അതിൽ നിന്ന് ഡെയിലി മണൽ ഊറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഴം വളരെ കൂടും. ആ ആഴം കൂടുമ്പോൾ അവിടെ അപകട സാധ്യത ഉണ്ടാവും, കര ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള സ്വാർത്ഥമതികളായിട്ടുള്ള ആൾക്കാർ അവരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അതൊന്നും നിയമവൽക്കരിച്ച് മാത്രം ചെയ്യുമ്പോൾ മൊത്തത്തിലേ വേണ്ട എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, ചെയ്യേണ്ട വന്നത് ചെയ്യണം. കാരണം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കൃത്യമായ നിയമങ്ങളോടുകൂടി ഇതൊക്കെ നടപ്പിലാക്കിയാൽ മാത്രമേ ഈ നാട് നല്ല രീതിയിൽ പോവുള്ളൂ. പ്രകൃതിയുടെ സൗന്ദര്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമാണിതെല്ലാം. അപ്പോൾ ഈ വേസ്റ്റ് ഡംപിങ് ഉണ്ടല്ലോ, ഇപ്പം ഈ അടുത്തൊരു ടോൾ ഫ്രീ നമ്പറൊക്കെ വന്നിട്ടുണ്ടല്ലോ, അത് ആരെങ്കിലും വേസ്റ്റ് ഇടുന്നത് കണ്ട് റെക്കോർഡ് ചെയ്തിട്ട് ഈ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ, ആ നമ്പർ ഞാൻ മറന്നുപോയി, ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഇടുന്ന ആളിന് 10,000 രൂപ ഫൈനും അതിൻ്റെ ഒരു ഷെയർ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ മാത്രം കാര്യമല്ല ഇത്, എല്ലാ വിദേശ രാജ്യങ്ങളിലും എല്ലാ നാട്ടിലും ഉള്ള വിഷയമാണ്. എന്തുകൊണ്ട് നമ്മുടെ മാത്രം വിഷയമായിട്ട് നമുക്കിതൊരു ഒരു ന്യൂയിസൻസ് ആയിട്ട് മാറി എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് 2 തരത്തിലായിരിക്കും വേസ്റ്റുകൾ വരുന്നത്. ഒന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, 2 നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ. ഈ 2 മാലിന്യങ്ങളാണ് പ്രധാനമായിട്ടുണ്ടാകുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് ഈ സർക്കാരിൻ്റെ രീതിയിൽ തന്നെ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അന്നന്ന് ശേഖരിക്കുന്ന ഫുഡ് വേസ്റ്റുകൾ എടുത്തുകൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് വളമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ വളം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ചെടികളും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തും ഒക്കെ വളർത്താൻ പറ്റും. ആ രീതിയിൽ അതങ്ങ് പോവില്ലേ? പ്ലാസ്റ്റിക് വരുന്ന സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് അതിനെ ഉരുക്കി റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം തീർന്നില്ലേ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പം നമ്മുടെ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നൊരു പരിപാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെവിടെയാണ് പോകുന്നതെന്ന് അറിയാമോ? ഇത് നമുക്ക് സംസ്കരിക്കാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ നമുക്കൊരു സംഭവം ചെയ്യാനുള്ള സംവിധാനം ഇല്ല. ഇതെല്ലാം തമിഴ്നാട്ടിലേക്ക് പോവാണ്. അതാണ് നമ്മൾ മാറ്റിക്കൊണ്ടുവരേണ്ടത്. നമ്മൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കിയേ, നമ്മളിതൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ ഒരു 5 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ എത്ര പുതിയ വലിയ കമ്പനികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു, വ്യവസായ സംരംഭങ്ങൾ എത്ര നമ്മുടെ നാട്ടിലേക്ക് വന്നു. അതേസമയം തൊട്ടടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്, വെള്ളമില്ല, തരിശ് ഭൂമി, ഒരു ചെടി പോലും കിളുക്കൂല, അവിടെ എന്തോരം ഡെവലപ്മെൻറ്റ് നടക്കുന്നു. അപ്പം നമുക്കിവിടെ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സില്ലായ്മ, നമ്മുടെ ഒരു കരുത്തില്ലായ്മ മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ദോഷം. നമുക്ക് എല്ലാം കൊണ്ട് അനുകൂലമായൊരു സാഹചര്യമാണ്. ഈ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അത് തിരുവനന്തപുരമാണ്. കാര്യം വേറൊന്നും കൊണ്ടല്ല. ഒരിപ്പം തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാണ്, അമേരിക്കയിൽ ഒരു സൈഡിൽ കൂടെ കത്തി എരിഞ്ഞ് വരുന്ന തീ, ഒരു സൈഡിൽ കൂടെ, അതിൻ്റെ മറ്റൊരു ഭാഗത്ത് തെക്കൻ അമേരിക്ക ആയിക്കോട്ടെ വടക്കൻ അമേരിക്ക, ഒരു ഭാഗത്തൂടെ കംപ്ലീറ്റ് മഞ്ഞ് വീഴ്ച, ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല, അത്ര തണുപ്പ്. ഒരു സൈഡിൽ തീ, ഒരു സൈഡിൽ തണുപ്പ്. ആ നാട്ടിലെ ജനം എന്തുമാത്രം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടായിരിക്കും ജീവിക്കുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ഇന്ന് നമ്മുടെ ഒരു പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ മടി കൊണ്ട്, ഇല്ലെങ്കിൽ ഒരല്പം മഴ പെയ്തപ്പം ഒന്ന് നനയാൻ മടിച്ച് എന്നുള്ളതല്ലാതെ നമുക്കൊരു യാത്ര മാറ്റി വെക്കേണ്ടതായിട്ടുള്ളതോ ഒരു പ്രോഗ്രാം മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇത്ര മനോഹരമായിട്ടുള്ളൊരു നാട്ടിൽ നമ്മൾ ജീവിച്ചിട്ടാണ് ചിന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഫ്ലഡ് പോലുള്ള കാര്യങ്ങൾ ട്രിവാൻഡ്രത്തെ അഫക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ട്രിവാൻഡ്രത്ത് വണ്ടികൾക്ക് വരെ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഡിമാൻഡ് ഉണ്ട്. ഇപ്പം ഇവിടെ നമുക്ക് വീട് വെക്കുക, ഒരു ഫ്ലാറ്റ് വാങ്ങുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അഫോർഡബിൾ ആണ് കമ്പയർ ടു ബാക്കിയുള്ള സിറ്റീസ് നോക്കുമ്പോൾ. ഇപ്പോൾ ബാംഗ്ലൂർ ഒരു ഫ്ലാറ്റ് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 നില കെട്ടിടം വെക്കുന്ന പൈസ ആവുള്ളൂ ഒരു 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഫ്ലാറ്റ് വാങ്ങുന്നത്. ഇപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ലക്ഷറി അപ്പാർട്ട്മെന്റ്സ്, വില്ലാസ്, വീട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ നോക്കുമ്പോഴും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോഴും ഭയങ്കര അഫോർഡബിൾ ആണ്. 100% ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബിൽഡേഴ്സിൻ്റെ സംഘടനയാണ് ബായിയും ക്രഡായും. ബായി എന്ന് പറയുമ്പോൾ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, മറ്റേത് ക്രഡായി എന്ന് പറയുമ്പോഴത്തേക്ക് ബിൽഡേഴ്സിൻ്റേതായിട്ടുള്ള വേറൊരു അസോസിയേഷൻ. അപ്പോൾ ഇവർ ഒരു യൂണിറ്റി ആയിട്ടാണ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. വില അധികമാകാതെ എന്നാൽ തീരെ താഴെ പോകാത്ത ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ആ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് 2 റെറ എന്ന് പറയുന്നൊരു സംഭവം വന്നപ്പോൾ സാധാരണക്കാരന് കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലായി. കാരണം ഓരോ പദ്ധതികളെയും
നിയന്ത്രിക്കുന്നതിനും ഓരോ പദ്ധതികളെക്കുറിച്ചും നോക്കി വിലയിരുത്തുന്നതിനും വേണ്ടിയിട്ട് അതാത് സമയത്ത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമൊക്കെ തന്നെ ഈ ററ വളരെ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ പണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം ഒരു വലിയ ബിൽഡർക്ക് പൈസ കൊടുത്ത് 11ാമത്തെ നില ബുക്ക് ചെയ്തതിന് ശേഷം തറക്കല്ല് പോലും ഇടാതെ പോയ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ബിൽഡേഴ്സ് അസോസിയേഷൻ്റെ ഒരു നിലപാടും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരു നിലപാടും, ഈ 2 നിലപാടും കൊണ്ട് ഇൻവെസ്റ്റേഴ്സ് സുരക്ഷിതമാണ്. ഒരു സ്ഥലം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്താണ് പർപ്പസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലത്തെ സംഘടനകളും അസോസിയേഷൻസിൻ്റെയും സപ്പോർട്ടോടു കൂടി നമുക്ക് ആ സ്ഥലം എന്തിന് യോഗ്യമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വീട് വെക്കാനാണ്, അല്ലെങ്കിൽ ഞാനൊരു ഫ്ലാറ്റ് പോലെ ഒരു ബിൽഡിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അതിന് അനുയോജ്യമാണോ അല്ലയോ, അവിടുത്തെ വേറെന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടോ, ഇഷ്യൂസ് ഉണ്ടോ, പലർക്കും അറിയില്ല. വളരെ വലിയൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. കാരണം എന്തെന്നറിയാമോ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇല്ലെങ്കിൽ ഒരു അത്യാവശ്യം അപ്പർ ലെവലിൽ നിൽക്കുന്ന ഒരു വിദേശിയെ സംബന്ധിച്ചും അവന് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, മറ്റേ ആൾക്ക് ഒരു ജീവിക്കാനുള്ളൊരിതുണ്ട്. ഈ ഭൂമിയുടെ ഘടനകളും സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. സർക്കാർ ഒരുപാട് വസ്തുക്കൾ ഗ്രീൻ സ്ട്രിപ്പിൽ പെടുത്തിയിട്ടുണ്ട്. ഗ്രീൻ സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മറ്റ് കൺസ്ട്രക്ഷനുകളൊക്കെ വലിയ പാടാണ്, ബുദ്ധിമുട്ടാണ്. ചില സ്ഥലങ്ങളിൽ കൊമേഴ്ഷ്യൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, റെസിഡൻഷ്യൽ ചെയ്യാൻ പാടില്ല. ചിലർ റെസിഡൻഷ്യൽ സോണാണ്, അവിടെ നമുക്കൊരു കൊമേഴ്ഷ്യൽ ചെയ്യാൻ പാടില്ല. കവടിയാറ് ആ ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ 2 നില കൂടുതൽ ചെയ്യാൻ പാടില്ല. 3ാമത്തെ നില അനുവദനീയമല്ല. 3ാമത്തെ നില നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്ലോപ്പിംഗ് റൂഫായിരിക്കണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഹെറിറ്റേജ് സോണിൽ പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെ സാധാരണ ഒരാളിന് മനസ്സിലാവും? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യം വരുന്നത്. നമുക്ക് കണക്ക് എഴുതാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ ആരെ ഏൽപ്പിക്കുന്നത്? ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഏൽപ്പിക്കുന്നത്. നമുക്ക് വീട് വയ്ക്കാൻ വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ ആരെ ഏൽപ്പിക്കുന്നത്? നമ്മളൊരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് നിന്ന് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ ആരെ ഏൽപ്പിക്കുന്നത്? ഒരു എഞ്ചിനീയറെ ഏൽപ്പിക്കുന്നത്. എന്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റിനെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നില്ല? ഇപ്പോൾ എൻ്റെ അനിയത്തി അമേരിക്കയിലാണ്. അവളിപ്പോൾ ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് അവൾക്ക് ഉടമസ്ഥനെ അറിയാം, പക്ഷേ ആ വീട് കൊടുക്കില്ല. ഒരു കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡീല് നടക്കുള്ളൂ. നമ്മുടെ ഒരു അനിയൻ ന്യൂസിലാൻഡിൽ ഇപ്പോൾ ഒരു വീട് വാങ്ങി, ഉടമസ്ഥനെ കണ്ടിട്ട് പോലുമില്ല, പക്ഷേ ഒരു കൺസൾട്ടൻ്റാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വേറൊരാൾ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഉടമസ്ഥനെ കാണേണ്ട കാര്യമില്ല, കൺസൾട്ടൻ്റാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാനൊരു കൺസൾട്ടൻ്റാണ് എങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് അറിവുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അതിനാണ് ഞാൻ സർവീസ് ചാർജ് വാങ്ങേണ്ടത്. അല്ലാതെ ഒരു വസ്തു കൊണ്ടൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് കൊടുക്കാനുള്ള വസ്തുവാണെന്ന് പറഞ്ഞതിന് ശേഷം കമ്മീഷൻ വാങ്ങേണ്ടതല്ല ഈ ജോലിയുടെ പ്രത്യേകത. അതല്ല ശരി. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അളവുകാരൻ ഉണ്ടാവില്ല, എൻ്റെ കയ്യിലുണ്ടാവണം സർവേയർ. നിങ്ങൾക്ക് എങ്ങനത്തെ വേണം? ചങ്ങല പിടിച്ചുള്ള സർവേ വേണോ? കമ്പ്യൂട്ടർ സർവേ വേണോ? ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ടാവണം. ഈ വസ്തു ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരുന്ന വസ്തുവിൻ്റെ ലീഗല് മുഴുവൻ നോക്കിത്തരാനുള്ള അഡ്വക്കേറ്റ് എൻ്റെ കയ്യിലുണ്ടാവണം. ഇല്ലെങ്കിൽ എനിക്ക് നോക്കാൻ അറിയണം, ലീഗൽ നോക്കണം. കാരണം ഒരു വസ്തുവിനെ സംബന്ധിച്ച് പ്രമാണമുണ്ട്, മുൻ പ്രമാണമുണ്ട്, ലൊക്കേഷനുണ്ട്, പൊസിഷനുണ്ട്, സ്കെച്ചുണ്ട്, തണ്ടപ്പേരുണ്ട്, അതിൻ്റെ മറ്റ് ഡോക്യുമെൻറ്റുകളുണ്ട്. ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് നമ്മളെ സമീപിക്കുന്ന ഒരാളിന് വ്യക്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്യണം. ആ ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻ്റ് രജിസ്റ്റർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മളൊരു കൺസൾട്ടൻ്റ് ആവണത്. പക്ഷെ അവിടെയും കുറേ തിരിമറികളും ഫ്രോഡുകളും. ഇപ്പം കൊച്ചിയിലെ മരടിലെ ഫ്ലാറ്റ് കുറേ വെട്ടിപ്പ് നടത്തിയുണ്ട്. ഗ്രീൻ സോണിൽ പെട്ടൊരു സ്ഥലം ആണ് അവർ ഫ്ലാറ്റ് അതുകൊണ്ട് പൊളിച്ചുകളുണ്ട്. അപ്പോൾ അതുപോലെ ചേട്ടൻ്റെ എക്സ്പീരിയൻസ് അതാത് സ്ഥലങ്ങളിലിരിക്കുന്ന കോർപ്പറേഷനുകളെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും മൗനാനുവാദത്തോടു കൂടി നടക്കുന്ന നിർമ്മിതികളാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കെട്ടിടം ഒരു 10-12 നില വരെ വരുന്നത് വരെ അവിടുത്തെ പഞ്ചായത്ത് അതോറിറ്റിയും അതുപോലെ തന്നെ കോർപ്പറേഷനുകളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമാണ്? ഒരിക്കലും. അവർക്കൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം സാധാരണക്കാരനെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു നിർമ്മിതി ഇടിച്ചു പൊളിച്ച് കളഞ്ഞപ്പോൾ ആർക്ക് എന്ത് കിട്ടി? പ്രകൃതിക്ക് ബുദ്ധിമുട്ട്, സാധാരണക്കാരൻ്റെ കാശ് പോയി, ഒരു ബിൽഡർ പാപ്പരായി. നമുക്ക് എന്താ കിട്ടിയത്? കുറേ ആൾക്കാർ അതിൽ നിന്ന് കൈപ്പറ്റി കുറേ കമ്മീഷൻ വാങ്ങിച്ച് കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ അതൊന്നും ഇനി ഒരിക്കലും നടക്കാൻ പാടില്ല. ഒരു സ്ഥലത്ത് അനധികൃതമായിട്ടൊരു നിർമ്മാണം നടത്തുന്നു എങ്കിൽ അത് അതാത് സ്ഥലത്തുള്ള പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ കോർപ്പറേഷനുകളോ കണ്ടെത്തി അപ്പം സ്റ്റോപ്പ് ചെയ്യണം. ഇനി ഇവിടെ വെക്കാൻ പറ്റത്തില്ല, സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണ്ടേ? അത് സ്റ്റോപ്പ് ചെയ്യണ്ടേ?
ഇത് 13 നില വരെ ചെയ്ത് ആ ബിൽഡിങ്ങിൽ ആൾക്കാരും താമസമായി TC-യും കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് അനധികൃത നിർമ്മാണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരെന്താണ്? അതാണ് അതിൻ്റെ പേര്. നിങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ പേര്. അതേ പറയാൻ പറ്റുള്ളൂ. ഈ റിയൽ എസ്റ്റേറ്റ് ഫ്രോഡ് പല ലെവലിൽ നടക്കുന്നുണ്ട്. 100%. ആ റിയൽ എസ്റ്റേറ്റ് ഫ്രോഡ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം നമ്മളിന്ന് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്നെപ്പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഞാൻ 10-25 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എനിക്കിത് പറ്റിയെങ്കിൽ ഒരു സാധാരണക്കാരൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ തന്നെയാണ് കൺസൾട്ടൻറ്റുമാരെ വെച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ ഡീലിനും നമുക്കൊരു ഉത്തരവാദിത്വം ഉറപ്പും ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുക. ഓഗസ്റ്റ് മാസം 21-ാം തീയതി ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങുന്നു. കുറവൻകുണത്താണ് സ്ഥലം. 4.25 സെൻറ്റ് സ്ഥലം, 35 ലക്ഷം രൂപ വിലയിട്ടാണ് ഞാൻ വാങ്ങുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് എൻ്റെ ഏറ്റവും ബാല്യകാല സുഹൃത്ത്, 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ച പയ്യനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. പുള്ളി വളരെ നല്ല സൗമ്യമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. അത്യാവശ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഈ വിലയ്ക്കാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ധാരണയായി. 15 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് പ്രമാണത്തിൻ്റെ കോപ്പി ഉൾപ്പെടെ എല്ലാ ഡോക്യുമെൻറ്റുകളും ഞാൻ പരിശോധിച്ച് ലീഗൽ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ കരാറിൽ ഏർപ്പെട്ടു. 4 മാസത്തെ കരാറാണ്. 4-ാമത്തെ മാസം ആവുന്നതിന് മുമ്പ് ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പൈസയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, നമുക്ക് എപ്പോൾ വേണോ പ്രമാണം ചെയ്യാം. പുള്ളി ഓടി വന്ന് പറഞ്ഞു, അയ്യോ എനിക്ക് 1 മാസം കൂടെ സമയം വേണം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അത് മകള് ദുബായിലാണ്, മകളുടെ ലോക്കറിലാണ് പ്രമാണം ഇരിക്കുന്നത്, അപ്പോൾ എനിക്ക് 1 മാസം കൂടെ ഒന്ന് സമയം തരണം, 1 മാസത്തിനകത്ത് ഞാൻ എഴുതിത്തരാം. അങ്ങനെ ഈ കഴിഞ്ഞ 15/12/2024 പുള്ളി വിലയിരുത്തത്തിൽ വകവെച്ച് ഇത്രയും കൂടെ പറ്റിക്കൊണ്ട് ഇന്നേ ദിവസമായി പറ്റിക്കൊണ്ട് ഈ കരാർ കാലാവധി 2025 ഫെബ്രുവരി 25 വരെ എന്ന് പറഞ്ഞാൽ ഈ മാസം 25-ാം തീയതി വരെ എനിക്ക് നീട്ടിത്തന്നു. ഞാൻ എന്നിട്ട് എനിക്ക് എന്തോ ഒരു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പുള്ളിയുടെ സംസാരവും പെരുമാറ്റമൊക്കെ എനിക്കൊരു ചെറിയൊരു അസ്വാഭാവികത ഫീൽ ചെയ്ത് ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കവടിയാർ വില്ലേജിൽ പറഞ്ഞു വിട്ട് നോക്കിയപ്പോൾ ഈ വസ്തു എനിക്ക് തന്ന കരാറിന് ശേഷം കഴിഞ്ഞ മാസം ഈ വസ്തു കാച്ചാണിയിലുള്ള അദ്ദേഹം ഒരു അമ്പലത്തിലെ പൂജാരിയാണ്. പുള്ളിയുടെ 2 മക്കൾ എന്ന് പറയുന്ന 2 പേരുടെ പേരിലോട്ട് വിലയാധാരം എഴുതി കൊടുത്ത് മുഴുവൻ പൈസയും കൈപ്പറ്റി ഈ വസ്തു പോക്കുവരവ് ചെയ്ത് പട്ടയം പിടിച്ച് അവരുടെ പേരിൽ കരം തീർത്ത് പോയി കഴിഞ്ഞു. ഞാനിപ്പോഴും ഈ കരാറും വെച്ചിട്ട് ഇവിടെ ഇരിപ്പാണ്. ഇത്രയും ഫ്രോഡുകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞത്. നമ്മളെയൊക്കെ അവസ്ഥ ഇതാണ് എങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? അല്ല പിന്നെ ഇത് എന്ത് ചെയ്യും? പുള്ളി എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ മാസം 25-ാം തീയതിക്കകത്ത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസയും എനിക്കുണ്ടായ നഷ്ടവും എല്ലാം തീർത്ത് കൊണ്ടുതരും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ പരിപാടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ ഈ കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുക്കാനും DGPക്ക് പരാതി കൊടുക്കണം. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെപ്പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്ഥിതി ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. അതിന് ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരണം. ഇല്ലാത്ത വസ്തുക്കൾ ആധാരം ചെയ്ത് കൊടുക്കുക, ഇതുപോലെ തന്നെ എഗ്രിമെൻ്റ് ചെയ്തിട്ട് ഫ്രോഡ് തരങ്ങൾ കാണിക്കുക, കയ്യിലില്ലാത്ത വസ്തു ആധാരം എഴുതി കൊടുക്കുക. പിന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ പേരിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ബഹുനില കെട്ടിടങ്ങൾ കെട്ടാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്ത് ഒരുപാട് നിയന്ത്രണങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രഡായിയൊക്കെ രഘുചന്ദ്രൻ ചേട്ടൻ്റെയും അതുപോലെ തന്നെ കോഡോൺ അരുണിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. 2, ഈ കൺസൾട്ടൻറ്റുമാർ ആരാണ് എന്നുള്ളതിന് കൃത്യമായൊരു നിർവചനം വേണം. കൺസൾട്ടൻറ്റുമാർക്ക് അറിവ് വേണം. ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ നാളെ തൊട്ട് ഏജൻറ്റുമാരായി ഇല്ലെങ്കിൽ ബ്രോക്കർമാരായി ഇല്ലെങ്കിൽ കൺസൾട്ടൻറ്റുമാരായി എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരണം. സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. വിദ്യാഭ്യാസവും വിവരവും അറിവും കഴിവുമുള്ള ഒരു പുതിയ തലമുറ ഈ മേഖലയിലേക്ക് കടന്നു വരണം. അങ്ങനെ വരുമ്പോഴാണ് മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള അറിവുകളും ഇതിൻ്റെ ബിസിനസ് സാധ്യതകളും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോണത്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നീതീകരണവും ഉണ്ടായിട്ടില്ല. സർവീസ് ചാർജ് വാങ്ങുന്നതിനൊരു നിയമമില്ല. ആരാണ് കൺസൾട്ടൻ്റ് ഉള്ളതിനോട് നിർവചനമില്ല. ലൈസൻസ് അവർ വെറും 25,000 രൂപ വാങ്ങിച്ചിട്ട് ഒരു കാർഡ് കൊടുക്കും എന്നുള്ളതല്ലാതെ അവർക്കൊരു ട്രെയിനിങ്ങോ ക്യാമ്പോ പരിപാടികളോ കൊടുക്കുന്നില്ല. നമ്മളെപ്പോലെ ഈ 10-25,000 പേരെ കാര്യങ്ങൾ ചെയ്തു പോകുന്ന അസോസിയേഷനുകളുമായിട്ട് ഇന്ന് വരെ സർക്കാർ ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളതല്ലാതെ അതിനൊന്നും ഒരു നിയമം കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം വരുമ്പോഴാണ് ഈ മേഖല നല്ല ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്.
ഒരു വസ്തു ഇടപാട് നടത്തുവാണെങ്കിൽ ബ്രോക്കറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസൾട്ടൻ്റോ ആയിട്ടുള്ള ഒരാളിന് ഏത് രീതിക്കായിരിക്കും ഇവർക്കൊരു ബ്രോക്കറേജ് പോകും? ഓരോ ജില്ലയിലും ഓരോ രീതിയിലാണെങ്കിലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് 3% പ്രോപ്പർട്ടി വിൽക്കുന്ന ആൾ കൊടുക്കുന്നത്, വാങ്ങുന്ന ആൾ 1% കൊടുക്കുന്നത്. ഇതിലൊക്കെ ചില വേരിയേഷനുകളൊക്കെ എമൗണ്ടിൻ്റെ കൂടുതൽ കുറവുകൾ അനുസരിച്ച് വരാം. കാരണം വലിയ എമൗണ്ടുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 3% എന്നുള്ളത് ചിലപ്പോൾ 2% ആവും. ഈ വാങ്ങുന്ന ആൾ 1% എന്നുള്ളത് ചിലപ്പം 0.5% ആവും. അതൊക്കെ ഈ എമൗണ്ടിൻ്റെ കൂടുതൽ കുറവുകൾ കൊണ്ടാവാമെന്നുള്ളതല്ലാതെ കോമൺ ആയിട്ടുള്ളൊരു നിയമം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കാലാകാലങ്ങളായിട്ട് അനുവർത്തിച്ച് വരുന്നതുമായിട്ടുള്ള നിയമം എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ആൾ 3%, വാങ്ങുന്ന ആൾ 1%. ഇപ്പോൾ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഞാനൊരു 5 സെൻറ്റ് സ്ഥലം 10 ലക്ഷം രൂപയാണ് അതിൻ്റെ വില. ഞാനാണ് അതിൻ്റെ ബ്രോക്കറായിട്ട് നിൽക്കുകയെന്ന് വിചാരിക്കുക. ബയറിൻ്റെ നിന്ന് വാങ്ങിച്ചു, അടുത്ത ആളിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ നിന്നിട്ട് ഈ സ്ഥലം 11 ലക്ഷം രൂപയ്ക്ക് കച്ചവടമാക്കിയെന്ന് വെച്ചു. അപ്പം ഈ പറയുന്ന 1 ലക്ഷം രൂപ ഞാനത് ബ്രോക്കറേജ് ആയിട്ട് എടുക്കുന്നത് അത് ശരിയാണോ, അതോ അതൊരു മോശമായ ഇടപാടാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വളരെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള ഏർപ്പാടാണെന്ന് തന്നെ പറയും. കാരണം അത് നമുക്ക് ഒരു അർഹതപ്പെട്ട പൈസയല്ല. കാരണം ഒരാളുടെ വസ്തുവിന് വില നിശ്ചയിക്കേണ്ടത് ആ മനുഷ്യനാണ്. ഇതിൽ നമ്മൾ രണ്ടുപേരും ചതിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയല്ല. പക്ഷേ അതേസമയം നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാം. ഇതിനെ ബിസിനസ്സായിട്ട് ചെയ്തുകൊണ്ട് 10 ലക്ഷം രൂപയുടെ വസ്തുവിന് നിങ്ങൾ കൊണ്ടുവന്ന് 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു, ഒരു കരാർ എഴുതി, നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിൽ നിന്നു. അതേസമയം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ല, നിങ്ങൾ മറ്റൊരാളിന് 11 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു. നിങ്ങൾ വസ്തുവിൻ്റെ ഉടമസ്ഥനാണ്. കാരണം 1 ലക്ഷം രൂപ കൊടുത്ത് ഒരു കരാർ വാങ്ങി ആ വസ്തു ഇന്ന വിലയ്ക്ക് ഇത്ര ദിവസത്തിനത് ഞാൻ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളത് എടുക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തു എങ്കിൽ അതിനകത്തൊന്നും ലാഭം എടുക്കുന്നതിൽ തെറ്റില്ല. അല്ലാതെ നമ്മൾ ചെയ്താൽ അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ പറ്റി കുറേ സംസാരിച്ചു. തിരുവനന്തപുരംകാരുടെ ഒരു സ്വപ്നമാണ്, അവരിങ്ങനെ എന്ന് വരും എന്ന് കാത്തിരിക്കുന്ന സാധനം ലൈറ്റ് മെട്രോ പ്രോജക്റ്റ്. മെട്രോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യത്തിൽ ഓരോ നാട് നമ്മൾ പോയി കാണണം. ഇപ്പം എൻ്റെ 2 കൂട്ടുകാരും മിനിങ്ങാന്ന് ജപ്പാനിൽ പോയിട്ട് വന്നതാണ്. അവർ പറയുന്ന ഒരു ടെക്നോളജി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. വീട്ടിൽ ജോലിക്കാർ പോലും ഇപ്പോൾ ഇല്ല. കാരണം 2 സാധനം വെച്ചിട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറും ക്ലീനിങ്ങിനാണ്. എൻ്റെ വീട്ടിലെ ഫിഷ് ടാങ്കിൽ 2 സക്കർ കിടപ്പുണ്ട്. ആ സക്കർ കംപ്ലീറ്റ് എൻ്റെ ഫിഷ് ടാങ്ക് ക്ലീനാണ്. കാരണം എന്താണെന്നറിയുമ്പോൾ ഈ രാവിലെ മുതൽ രാത്രി വരെ ഇതിൻ്റെ ജോലി അതിനകത്തുള്ള ഓരോ അഴുക്കും തിന്ന് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുമ്പോഴാണ് 2 സക്കറിനെ വാങ്ങിച്ചതിനടുത്തിടുന്നത്. ഇതേ അവസ്ഥയാണ് ഓരോ കാര്യങ്ങളിലും. കൊറിയ, ജപ്പാൻ, ജർമ്മനി, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളിൽ നമ്മളിപ്പോഴും പഴയ അന്ത്യക്രിസ്തുവിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മളിപ്പോഴും ഇരിക്കുന്നതേ ഉള്ളൂ. നമ്മളൊന്നും അങ്ങോട്ടായിട്ടില്ല. അവിടെയൊക്കെ 250-300 കിലോമീറ്റർ 30 മിനിറ്റ് 40 മിനിറ്റാണ് അവരുടെ സ്പീഡ്. അവരിവിടെ നിന്ന് അണ്ടർഗ്രൗണ്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത 250 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് വീണ്ടും മുകളിൽ കയറുന്നത്. അതുപോലെയുള്ള കൊറിയ പോലെ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ നമ്മുടെ വീട് ഇതാണ്. നമ്മളിവിടെ നിന്ന് നേരെ അങ്ങ് താഴെ ഇറങ്ങുന്നു. അവിടെ തന്നെ നമുക്ക് ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടാവും, നമ്മുടെ ഓഫീസുകളുണ്ടാവും, നമ്മുടെ ഈ വ്യാപാര സ്ഥാപനങ്ങളുണ്ടാവും, എല്ലാ കാര്യങ്ങളുണ്ടാവും. നമുക്ക് ഒരു വണ്ടിയുടെയും ഒരു ബസ്സിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഒരിടത്തും പോകണ്ട. അവിടെ നമുക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് നമ്മുടെ മെട്രോയിൽ നമുക്ക് ഇനി വരികയും ചെയ്യാം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ജീവിക്കാനുള്ള ലൈഫ് സെക്യൂരിറ്റി, നമുക്കതുപോലുള്ള എല്ലാ സംവിധാനങ്ങൾ ഇതൊക്കെ ചെയ്തു തരുന്നതാണ് രാജ്യമെന്ന് പറയുന്നതും രാഷ്ട്ര തലവന്മാരെന്ന് പറയുന്നതും നിയമോപദേശകരും മറ്റേ നമ്മുടെ അധികാരികളെന്ന് പറയുന്നത്. ഇവിടുത്തെ പോലെയുള്ള രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ പോലെയുള്ള ആൾക്കാരോ അല്ല. അവർ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നവരാണ്. നമ്മൾ 100-150 വണ്ടിയുടെ അകമ്പടിയോടുകൂടി വളരെ ആഡംബരമായിട്ട് നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. അതാണ് നമ്മളും അവരും ഒക്കെ തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പം ലൈറ്റ് മെട്രോ വരുമോ ഇല്ലയോ? ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ലൈറ്റ് മെട്രോ വരേണ്ട സമയം നമുക്ക് കഴിഞ്ഞു. വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുന്നു. അല്ലാതെ എന്ത് പറയാനാണ്. അപ്പം ഈ മെട്രോയുടെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് എയർപോർട്ടിന്റെ വികസനം നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന എന്താണ്? അല്ല, നമ്മുടെ ഈ എയർപോർട്ടിൻ്റെ വികസനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് മുമ്പേ നടക്കേണ്ടതായിരുന്നു. നമുക്ക് എറണാകുളത്തു നിന്ന് പോകുന്ന ഫ്ലൈറ്റ് ചാർജിനേക്കാളും കൂടുതലാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നത്. നമ്മൾ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബോംബെയിലേക്കായിരുന്നാലും ഈ വിദേശ രാജ്യങ്ങളിലേക്കായിരുന്നാലും തിരുവനന്തപുരത്ത് നിന്നുള്ള ഫ്ലൈറ്റ് ചാർജ് കൂടുതലാണ്. കാരണം എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് സർവീസ് കുറവായതുകൊണ്ടാണ്. കുറേ സർവീസുകൾ കുറവായതുകൊണ്ട് നമ്മുടെ എയർപോർട്ട് വികസിക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് നമുക്ക് ഈ പറഞ്ഞതുപോലെ കണക്ടിവിറ്റി മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലൈറ്റ് ചാർജ് കുറഞ്ഞേനെ.
ഈ പോർട്ട് വരുമ്പോഴും മറ്റു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആവശ്യക്കാരായിട്ട് വരും. ആ ആൾക്കാർക്കുള്ളൊരു സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എയർപോർട്ടിൻ്റെ വികസനം അനിവാര്യ ഘടകമാണ്. എയർപോർട്ട് വികസിക്കുകയാണ്. എയർപോർട്ട് വികസിക്കേണ്ടതുണ്ട്. നമുക്ക് ഇവിടുത്തെ എയർപോർട്ട് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു എയർപോർട്ട് വരേണ്ടത് ശബരിമല പോലെയുള്ളൊരു സ്ഥലത്താണ്. കാരണം ആ ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ എത്രയോ വിദേശ രാജ്യങ്ങളിലുള്ള കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാർ, ഡിവോട്ടീസ് ആയിട്ടുള്ള ആൾക്കാർ, ഇന്ത്യയിലുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള എത്രയോ വ്യവസായികൾ ഒക്കെ തന്നെ നമ്മുടെ ശബരിമലയിലേക്ക് വരും. ഇപ്പോൾ എന്താണ്, അദാനി വരണമെങ്കിലും അംബാനി വരണമെങ്കിലും കോട്ടയത്ത് ട്രെയിനിൽ വന്നിട്ട് കോട്ടയത്ത് നിന്ന് കാറിൽ ശബരിമല വരണം. അവിടെ വന്ന് ഡോളിയിൽ വേണം അങ്ങ് മുകളിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഇത്രയും സമയം ചിലവഴിക്കാനുണ്ട്. ഒരു മാസത്തെ ഇടവേള എടുത്തുകൊണ്ട് നടന്നു വന്ന് കയറേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ശബരിമല പോലെയുള്ളൊരു സ്ഥലത്ത് ഒരു വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് നമ്മുടെ ശബരിമല മാറും. ആ ശബരിമലയിൽ കോടാനുകോടി രൂപയുടെ വരുമാനം വരും. ഒരുപാട് ഡിവോട്ടീസ് പെട്ടെന്ന് നമ്മുടെ ശബരിമലയിലെത്താം. കാരണം അവർക്ക് രാവിലെ അവിടെ നിന്ന് തിരിച്ചാൽ വൈകുന്നേരം ഇവിടെ എത്തി തൊഴുത് പിറ്റേ ദിവസം അങ്ങ് വീട്ടിലെത്താം. തിരുവനന്തപുരവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ഇതുപോലെയുള്ള ഡിവോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള, കാരണം എരുമേലിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇടുക്കി, മൂന്നാർ ടൂറിസം, വാഗമണ് പോകാൻ എളുപ്പമാണ്, നമ്മുടെ അവിടെ കുട്ടിക്കാനം വരാൻ എളുപ്പമാണ്, മൂന്നാർ പോകാൻ എളുപ്പമാണ്. അപ്പോൾ ടൂറിസം മേഖലയുള്ളൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ഡിവോഷണലായിട്ട് ശബരിമല വരാനുള്ളൊരു സൗകര്യം ഉണ്ടാവും. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ നമ്മൾ വികസനങ്ങളുമായി മുമ്പോട്ട് പോകണം. അവിടെ നമ്മൾ കക്ഷി രാഷ്ട്രീയം നോക്കരുത്, ജാതി നോക്കരുത്, മതം നോക്കരുത്, ഒന്നും നോക്കരുത്. വികസനമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു ട്രെൻഡാണ് വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻസ്. നമ്മുടെ നാട്ടിൽ വെച്ച് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് കല്യാണം നടത്തണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. അവരെങ്ങനെ വരും? മൂന്നാറിൽ വെച്ച് മൂന്നാറിലൊരു വലിയ റിസോർട്ടിൽ വെച്ച് അവരെ കല്യാണം നടത്തണമെന്ന് വെച്ചാൽ സ്വപ്നം മാത്രമാണ്, ചെയ്യാൻ സാധ്യമല്ല. വിമാന ഗതാഗതം വളരെ എളുപ്പത്തിലാക്കി കഴിഞ്ഞാൽ ഒരു ജംബോ ജെറ്റ് പിടിച്ചിങ്ങ് വരാം. എല്ലാവരും കൂടെ വന്ന് സുഖമായിട്ട് ഡെസ്റ്റിനേഷൻ ലാഭകരമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ടെക്നോ പാർക്ക് ഈ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയർ കയറ്റുമതി തുടങ്ങിയത്? കാരണം ചൈനയിലോ ജർമ്മനിയിലോ ഇറ്റലിയിലോ ഒരു ജോലിക്കാരനെ വെച്ച് അവർ ചെയ്യുന്നതിനേക്കാളും ലാഭകരമാണ് ഇവിടുത്തെ ഓഫീസിലിരുത്തി കാര്യങ്ങൾ ചെയ്ത് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ അവരൊരു ജംബോ ജെറ്റ് പിടിച്ച് ഇവിടെ വന്ന് നമ്മുടെ ഈ നാട്ടിൽ ഇതെല്ലാം പൈസ മുടക്കി എല്ലാം ചെയ്തു പോയാലും അവിടെ ചെയ്യുന്നതിൻ്റെ പകുതി ചിലവേ ആവും. അപ്പം പല തരത്തിൽ നമ്മുടെ നാടിനെ നമ്മളെ വികസനങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് ആർജവമുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഭരണമാണ് നമുക്ക് വേണ്ടത്. തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം ഒരുപാട് തൊഴിൽ സാധ്യതകളും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ മാറ്റം വരേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പണ്ട് കാലത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നതിൻ്റെയും ഒരു എവറസ്റ്റ് കൊടുമുടിയുടെ ഹൈറ്റ് എത്രയാണെന്നുള്ളതും പിന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴം എത്രയാണെന്നുള്ളതും ഒക്കെയാണ് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയൊരു അപജയം. അതേസമയം മറ്റ് രാജ്യങ്ങളിൽ എന്താ പഠിക്കുന്നത്? അവനൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഇല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് പൂർത്തിയായിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ സംബന്ധിച്ച് അവനൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കും. കാരണം അവന് വണ്ടി ഓടിക്കാൻ പഠിച്ചു. വണ്ടി എങ്ങനെ ഓടിക്കണമെന്ന് തന്നെ അവനറിയാം. റോഡിൻ്റെ ഏത് വശത്തൂടെയാണ് നടക്കേണ്ടതെന്നറിയാം. അവനൊന്നുമില്ലെങ്കിലും വീട്ടിൽ നിന്ന് രാവിലെ എണീക്കുമ്പോൾ അവൻ്റെ ബെഡ് വൃത്തിയാക്കി ബെഡ്ഷീറ്റ് മടക്കി മുകളിൽ വെച്ചിട്ടാണ് ഇറങ്ങേണ്ടതെന്നുള്ളതിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അതവന് കിട്ടും. നമ്മുടെ ഏതെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറണം. 2, പഴയ ജോലികളെല്ലാം അസ്തമിക്കാൻ പോകുന്നൊരവസ്ഥയിലാണ്. പുതിയ എയുടെ കാലഘട്ടമാണ് ഇനി വരുന്നത്. എയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പം നമുക്ക് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ജോലിയുണ്ട്. ഡ്രൈവർ ജോലി അസ്തമിക്കും. ഒരു കമ്പ്യൂട്ടറായിരിക്കും ഇനി നമ്മുടെ എവിടെ പോകണമെന്ന് വണ്ടിക്കകത്ത് കയറിയിരുന്ന് പറയുമ്പോൾ വണ്ടി കൊണ്ടുപോകുന്നത്. ഡീസലും പെട്രോളും അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പമ്പുകളുണ്ടായിരുന്നു, പമ്പിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇത് മാറും. ഇപ്പം നമുക്ക് ഇലക്ട്രിക്കായി. ഞാൻ പമ്പിൽ കയറിയിട്ട് മാസങ്ങളായി. ഇലക്ട്രിക് വണ്ടിയാണ് ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് കറണ്ട് കുത്തിയിടുന്നത്. അപ്പം കാലക്രമേണ ആ ജോലികൾ അസ്തമിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഈ ഇലക്ട്രിക് കാറ് മാറ്റിയിട്ട് സോളാറിൻ്റെ കാറ് വാങ്ങിക്കും. അപ്പോൾ രാത്രിയും പകലും ഇനി ചാർജ് ചെയ്യണ്ട. കാരണം ഓടുന്നതിനനുസരിച്ച് കാറ് ചാർജ് ആയിക്കോളും. അപ്പം കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വീട്ടിൽ ജോലിക്കാരി ആവശ്യമില്ല. ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 24 മണിക്കൂർ ഓടി നടന്ന് ക്ലീൻ ചെയ്തോളും. അപ്പം കാലഘട്ടത്തിനനുസരിച്ച് ജോലികൾ മാറുകയും വേറെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് വരികയും ചെയ്യും. അങ്ങനെയുള്ള വിദ്യാഭ്യാസം നമുക്കിനി കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കണം നമ്മളിനി ഊന്നൽ കൊടുക്കേണ്ടത്. ടെക്നോളജി പരമായിട്ടുള്ള നോളജുകൾ വിദ്യാർത്ഥികളിലേക്ക് ഫീഡ് ചെയ്യുക.
ആ രീതിയിലേക്ക് കുട്ടികളെ വളർത്തി വാർത്തെടുക്കുക. ഈ സ്കിൽഡ് ജോബുകളില്ലേ, പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പോർട്ട് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്, വെയർ ഹൗസിങ്, ഒത്തിരി ആൾക്കാരെ വേണ്ടിയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിന്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്. അപ്പം അതിന്റെ സാധ്യതയും വളരെ വലുതാണ്. വളരെ വലുതാണ്. കാരണം നമുക്കൊരു ഹ്യൂജ് ആൾക്കാരെ വേണ്ടി വരും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം നമ്മളൊരു ചെറിയ സംവിധാനത്തിലേക്കല്ല പോകുന്നത്. അപ്പം നമുക്ക് ആവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. കോമൺ സെൻസ് ഉള്ള, പണി അറിയാമെന്നുള്ള കുറേയധികം ആൾക്കാരെ നമുക്ക് വേണ്ടി വരും. നമ്മൾ വേറൊരു കാര്യം സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മലയാളി പൊളിയാണ്. ഏതൊരു രാജ്യത്ത് നമ്മൾ പൊക്കോ, ആ രാജ്യത്ത് അങ്ങ് അറ്റം മുതൽ ഇങ്ങ് അറ്റം വരെ മലയാളിയുടെ സാന്നിധ്യമില്ലാത്ത ഒരു രാജ്യം ഈ ഭൂമിയിലില്ല. നമുക്ക് തന്നെ അറിവും കഴിവും വിവേകവും ബോധവുമുള്ള ഒരുപാട് മലയാളികൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഈ ട്രാവൽ ആൻഡ് ടൂറിസവുമായിട്ടും അതുപോലെ തന്നെ ഷിപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാരുടെ സേവനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. മാത്രമല്ല നല്ല സ്കിൽഡ് ആയിട്ടുള്ള, നല്ല നോളജബിൾ ആയിട്ടുള്ള ഒരുപാട് വിദേശികളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ മേഖലയിലും ഒരു വലിയ വളർച്ച ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾ മറന്നുപോകാത്തൊരു കാര്യം, നമ്മുടെ ഭക്ഷണം വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പുത്തൻ തലമുറ വളർന്നു വരുമ്പോൾ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി തന്നെ കൃഷി രീതിയും ആ രീതിയിലേക്ക് വികസിച്ച് വരികയാണ്. പണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു കൃഷി രീതിയായിരുന്നു, പാടത്തേക്കുള്ള കൃഷി രീതിയായിരുന്നു. ഇന്നത് മാറിയിട്ടുണ്ട്. പല വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള കൃഷി രീതിയാണ്. കാരണം വെർട്ടിക്കൽ ഗാർഡൻസ് പോലെ തന്നെ വെർട്ടിക്കലായിട്ടുള്ള കൃഷി രീതിയാണ് ഉള്ളത്. കാരണം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഇത് ഇങ്ങനെ ട്യൂബ് വഴിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ പുതിയ പുതിയ സംരംഭങ്ങളും പുതിയ പുതിയ കാര്യങ്ങളുമൊക്കെ നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് കാർഷിക മേഖല വളരെയധികം ഉയരേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം ഭക്ഷണമാണ് നമ്മുടെ ഈ അസുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ പ്രായമായ ആൾക്കാർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ആരോഗ്യത്തോടു കൂടി ഒരുപാട് നാൾ ആയുസ്സായിട്ടിരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ തലമുറ നോക്കിക്കഴിഞ്ഞാൽ ആയുസ് വളരെ കുറവാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ വിഷാംശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആശുപത്രികൾ നിറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഈ വിഷാംശമാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കോഴി, മലക്കറി, അവിടെ തന്നെ തമിഴ്നാട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു വയലിൽ 2 കൃഷിയാണ്. പകുതി അവർക്കും പകുതി നമുക്കും. കാരണം അവർക്കുള്ള കൃഷി അവർ തന്നെ ചെയ്യുകയാണ്, നമുക്കുള്ള കൃഷി അവർ നമുക്ക് ചെയ്ത് കയറ്റി അയക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു സാധനം പോലും അവർ പറിച്ചെടുത്ത് കഴിക്കില്ല. കാരണം അത്രത്തോളം രൂക്ഷമായിട്ടുള്ള വിഷം അടിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അവിടെ കാക്കകളും മൈനകളും വരെ ചത്ത് കിടക്കുന്നൊരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട്. വളരെ ഹൃദയഭേദകമായിരുന്നത്. കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ല. നമുക്കൊരു 10 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു മുളവോ ഒരു വെണ്ടയ്ക്കയോ ഒരു വഴുതനങ്ങയോ വെച്ച് നടാൻ വേണ്ടിയിട്ടുള്ള മനസ്സില്ല. പക്ഷെ അത് നമ്മൾ മാറണം. നമുക്കൊരു ചെറിയ കൃഷിത്തോട്ടങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. വരും തലമുറ കൃഷിയോട് ആഭിമുഖ്യമുള്ള, കൃഷിയോട് താല്പര്യമുള്ളൊരു തലമുറയെ നമ്മൾ വാർത്തെടുക്കണം. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുകയും വേണം. ഡെവലപ്മെൻറ്റ് ഒത്തിരി വരുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. പക്ഷെ അതിനെല്ലാം ഒരു നെഗറ്റീവ് സൈഡുണ്ട്. ഫിഷിംഗ് കഴിഞ്ഞ വിഴിഞ്ഞം പോർട്ടിന്റെ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നതും ഒരു നിർണായകമായ പങ്ക് വഹിച്ചവരാണ്. അപ്പം അവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു എന്ന് അവർ വിശ്വസിച്ചു. മുന്നോട്ട് പോകുമ്പോൾ ഇത് അവരെ അനുകൂലമായിട്ട് ബാധിക്കുന്നതാണോ അതോ അവരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതായിരിക്കുമോ ഈ ഒരു പ്രശ്നം? ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നോക്കിക്കാണുമ്പോൾ വിഴിഞ്ഞം പോലെയുള്ളൊരു വലിയ വികസനവും വലിയൊരു തുറമുഖവും വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. കാരണം കടൽ ഒരു നിസ്സാര കാര്യമല്ല. കടലിൽ ഇന്ന സ്ഥലത്ത് തന്നെ ഇറങ്ങി മീൻ പിടിക്കണമെന്നുള്ളതിന് നിശ്ചയമായിട്ട് അവർ കിലോമീറ്ററൊന്നും ആർക്കും അളന്ന് കൊടുത്തിട്ടില്ല. 10 മീനിനെ 100 മീനിനെ ആയിക്കോട്ടെ 1000 മീനിനെ അവരിട്ട് വളർത്തി രാവിലെ മുതൽ ഫുഡ് ഇട്ട് കൊടുത്ത് വളർത്തിയെടുക്കുന്നതല്ല. ഇത് കടലിൽ ഇങ്ങനെ കടൽ പോലെ കിടക്കുന്നതാണ്. അവരൊന്നും വിതയ്ക്കുന്നില്ല, കൊയ്യുന്നു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ കണക്ക് ഒരു സ്ഥലത്ത് നിന്നല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് മീൻ പിടിക്കാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതിക്ക് ദോഷകരമാകുന്ന, ഇല്ലെങ്കിൽ മീനുകൾക്ക് വംശനാശം സംഭവിക്കുന്ന ഈ ഷിപ്പിൽ നിന്നുണ്ടാകുന്ന ചോർച്ചകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനും അതിനെ കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കാനും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജികളുണ്ട്. നമ്മുടെ രാജ്യത്തല്ല ആദ്യമായിട്ടൊരു പോർട്ട് വന്നത്. പോർട്ടുകൾ വന്നിട്ട് വർഷങ്ങളായി. ദുബായ് പോർട്ട്, സിംഗപ്പൂർ പോർട്ട്, എത്രയോ വലിയ വലിയ പോർട്ടുകൾ ഇന്നും നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മനുഷ്യർ ജീവിക്കുന്നില്ലേ, അവിടെ മീൻ പിടിക്കുന്നില്ലേ, അവിടെ കെട്ടിടം വെക്കുന്നില്ലേ, എല്ലാം ചെയ്യുന്നില്ലേ. കൊച്ചിയിൽ തന്നെ പോർട്ട് വന്നിട്ട് എത്ര നാളെ. വേറൊരു സംഭവം, കടൽ കയറുന്നുണ്ട്. അതെ, തീരപ്രദേശം സത്യമാണത് കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ അവരുടെ താമസിക്കുന്ന സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. വേറൊരിടത്തോട്ട് റീലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റ് ഒരു സൈഡിൽ കൂടെ നോക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഏരിയ വെച്ച് നോക്കുമ്പോൾ പോർട്ടുള്ള ഏരിയയിൽ തന്നെ മീൻ പിടിക്കണം നിർബന്ധമൊന്നുമില്ല. വേറെ എവിടെയെങ്കിലും മാറി വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ
നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയ ഡെവലപ്പായി വരുമോ? അതൊരു വലിയ നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഡൽഹി എടുത്തു കഴിഞ്ഞാൽ 2 ഡൽഹിയുണ്ട്, ന്യൂഡൽഹിയുണ്ട്, ഡൽഹിയുണ്ട്. ബോംബെ എടുത്തു കഴിഞ്ഞാൽ 2 ബോംബെ ഉണ്ട്, നവി മുംബൈ, മുംബൈ. ഇത് എല്ലായിടത്തും ഉള്ളതാണ്. കാരണം ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേയധികം ആൾക്കാരെ മാറ്റി താമസിപ്പിച്ചാൽ അല്ലെങ്കിൽ മാറ്റി പാർപ്പിച്ചാൽ ഒരു വികസനത്തിൻ്റെ പേരിൽ ഒരാൾക്കും ഒരു വീടോ സ്ഥലമോ പോലും നഷ്ടപ്പെടാൻ പാടില്ല. പോർട്ട് വരുന്നുണ്ട്, എനിക്ക് എൻ്റെ 5 സെൻറ്റ് സ്ഥലവും വീട് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ആർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതിനൊന്നും നമ്മൾ അനുകൂലമല്ല. അതാത് കാലഘട്ടങ്ങളിൽ ഭരണ സംവിധാനത്തിലിരിക്കുന്ന സർക്കാർ ഓരോ ആൾക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് ബാധ്യത തന്നെയാണ്. അവർക്ക് വീട് നഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ അതിന് തത്തുല്യമായിട്ടുള്ള സാധനം നമ്മൾ തിരിച്ചു കൊടുക്കണം, അവരെ മാറ്റി പാർപ്പിക്കണം, അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിൽ കൊടുക്കണം. ഇതിനെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഇഷ്ടംപോലെ കടൽ തീരമുണ്ട്, ഇഷ്ടംപോലെ ഭൂപ്രകൃതിയുള്ള വസ്തുക്കളുണ്ട്, ഇഷ്ടംപോലെ തൊഴിലുകളുണ്ട്, ഇഷ്ടംപോലെ കാര്യമുണ്ട്. ഇതെല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരെ എല്ലാം കൃത്യമായിട്ട് നമുക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ട് അവരുടെ ആശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അതൊരു വലിയ സബ്ജക്റ്റ് അല്ല, പക്ഷേ അത് ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അതിന് അവർക്ക് വിശ്വാസമുള്ള ആൾക്കാരെ കൂടെ നിർത്തിക്കൊണ്ട് സത്യസന്ധമായ രീതിയിൽ അത് പൂർത്തീകരിച്ച് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. അവിടെ കൈക്കൂലിയും വാങ്ങിച്ച് മാമൂല്യം കൊടുത്ത് അതാണ് വിഷയം. അതാണ് പ്രശ്നം. ഇപ്പം സർക്കാർ ഒരു വീട് നഷ്ടപ്പെട്ടവന് 1 ലക്ഷം രൂപ, ഇല്ലെങ്കിൽ നമുക്ക് സർക്കാരിനെ സംബന്ധിച്ച് കാലാകാലങ്ങളായിട്ട് ഈ ഫിഷർമാൻ്റെ വീടുകളും ആ ഇരിക്കുന്ന പരിസ്ഥിതിയും എന്നും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുത്തുന്ന, പ്രയാസം വരുത്തുന്ന ഒരു ഘടകം തന്നെയാണ്. കാരണം എല്ലാ പ്രാവശ്യവും കടൽക്കാറ്റ് ഇല്ലെങ്കിൽ മഴ കെടുതി ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ വീടുകൾ നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ആ നഷ്ടപ്പെടുന്നതിനുള്ള നഷ്ടപരിഹാരങ്ങൾ കൃത്യമായിട്ട് കാലാകാലങ്ങളിൽ സർക്കാർ കൊടുക്കുമ്പോൾ അവിടെയുള്ള രാഷ്ട്രീയക്കാർ അവരുടെ സ്വാധീനം കൊണ്ടാണ്, അവരുടെ ശക്തി കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് 1 ലക്ഷം രൂപ വാങ്ങി കൊടുക്കുമ്പോൾ 50,000 രൂപ വാങ്ങിച്ചിട്ടാണ് 1 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവരെന്തോ കഴിവോ ഇവരുടെ എന്തോ പ്രവൃത്തി കൊണ്ടാണ് അവർക്ക് കിട്ടിയെന്നുള്ളതാണ് ഇവരുടെ ധാരണ. അപ്പോൾ ഇവർ രാഷ്ട്രീയ അടിമകളായിരിക്കുകയും ചെയ്യും. കൃത്യമായിട്ട് രാഷ്ട്രീയക്കാർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ കൃത്യമായിട്ട് മറ്റൊരു പൊതുസ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് പുതിയ തൊഴിൽ സംരംഭങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ട്രിവാൻഡ്രത്ത് ഇനി അടുത്ത് ഡെവലപ്പ് ആവാൻ സാധ്യതയുള്ള ഒരുപാട് സ്പോട്ടുകൾ ഉണ്ടാവും. ശ്രീകാര്യം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ബാലരാമപുരം. ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ വേഗത എന്തായിരിക്കും? അതുപോലെ എന്ത് രീതിയിലായിരിക്കും ഇവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക? ഫാസ്റ്റായിട്ടാണ്. ഈ തൊട്ടടുത്ത് സാമീപ്യ പ്രദേശങ്ങളിലുണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റാണ്. ഞങ്ങൾ വിഴിഞ്ഞത്ത് നമ്മുടെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിത്തെരുവ് ഭാഗത്ത് ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഓഫീസ് ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. വിഴിഞ്ഞത്തിൻ്റെ വികസന സാധ്യതകളെ സംബന്ധിച്ച് ഇന്നലെ വൈകുന്നേരം വിഴിഞ്ഞം ജംഗ്ഷനിൽ തന്നെ ഒരു പൊതുസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം റിയൽ എസ്റ്റേറ്റിൽ വരാൻ പോകുന്ന വികസനങ്ങളും നമ്മുടെ വിഴിഞ്ഞത്തുള്ള പ്രദേശവാസികളുടെ ഇനി ഉണ്ടാവാൻ പോകുന്ന സാധ്യതകളെക്കുറിച്ചുമൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വികസനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തൊട്ടടുത്ത സ്ഥലത്തെക്കാളുപരി തൊട്ടടുത്ത് ഇതിങ്ങനെയുള്ള കണ്ടെയ്നർ പാർക്കിങ്ങും അതുപോലെ തന്നെ ക്ലിയറിംഗ് ആൻഡ് ഉള്ള കാര്യങ്ങളാണ് വരണമെങ്കിൽ തൊട്ടടുത്തായിട്ട് അവർക്ക് താമസ സൗകര്യങ്ങളായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് അവരുടെ ഈ പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും. അത് കഴിഞ്ഞാൽ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. അങ്ങനെ ഓരോ സ്ഥലങ്ങളും അതിൻ്റേതായ രീതിയിൽ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരും. ഇപ്പോഴും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞത്ത് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5 സെൻറ്റ് മുതൽ 250 ഏക്കർ സ്ഥലം വരെ വാങ്ങാനുണ്ട്. 5 സെൻറ്റ് മുതൽ 250 ഏക്കർ വരെ എല്ലാ സ്ഥലത്തും നമുക്ക് വാങ്ങാനായിട്ടുണ്ട്. അതേസമയം ഒരു 6 മാസത്തിനകത്ത് ഇല്ലെങ്കിൽ ഒരു കൊല്ലത്തിനകത്ത് ഈ വസ്തുക്കളുടെ എല്ലാം വില കുതിച്ചു വരും. 1 മടങ്ങ് 2 മടങ്ങൊന്നുമല്ല, 50 മടങ്ങിന് മുകളിലേക്ക് പോകും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, ഏറ്റവും നല്ല രീതിയിലുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വിഴിഞ്ഞത്ത് പൈസ മുടക്കുക എന്നുള്ളതാണ്. നമ്മളവിടെ ഒരു 5 സെൻറ്റോ 10 സെൻറ്റോ ഒരു പ്ലോട്ട് എടുത്തിട്ടാൽ മതി. ഇല്ലെങ്കിൽ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും റൂറൽ ഏരിയയിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരു 3 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപയ്ക്കകത്ത് ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടാൽ മതി. അത് മതി നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം ജീവിതം പച്ച പിടിക്കാൻ വേണ്ടി. ഞാനിപ്പോഴും ഒരു സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ സ്റ്റോക്ക് വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വാങ്ങും. പക്ഷേ ഒരു സ്ഥലം 5 സെൻറ്റ് സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പിന്നീട് നോക്കാം എന്ന് വിചാരിക്കും.
എന്നാലും ഇതിപ്പോൾ സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് ചെയ്യാതിരിക്കുന്നതിന് 2 റീസൺസ് ആണ്. ഒന്ന് ഫണ്ട്, രണ്ടാമത്തത് അതിനെപ്പറ്റി അറിവില്ലായ്മ. ഈ ഒരു ചിന്താഗതിയെ മാറ്റാനായിട്ട് ഫണ്ട് പൂൾ ചെയ്തുകൊണ്ട് 10 പേര് കൂടെ ചേർന്നിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങുവാണ്. കുറച്ച് ഫണ്ട് കൂട്ടിയിട്ട് എല്ലാവരുടെയും നിന്ന് കളക്ട് ചെയ്ത് കുറച്ച് ഏരിയ വാങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ മീൻസ് അങ്ങനെയുള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതാണോ? അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി 5 സെൻറ്റോ 10 സെൻറ്റോ 4 സെൻറ്റോ ഒരു വീട് വെക്കുന്ന സ്ഥലമോ, ഇപ്പോൾ റൈറ്റ് ടൈമാണ് വിഴിഞ്ഞത്ത് ഇൻവെസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞ പോലെ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണ് ഒരു സാധാരണക്കാരൻ? രണ്ട് ചോദ്യങ്ങളാണ്, വളരെ പ്രസക്തമായിട്ട് ചില ചോദ്യങ്ങളാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കെർക്ക എന്ന് പറയുന്ന കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് അസോസിയേഷൻ ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഞങ്ങളിലുള്ള അംഗങ്ങളെ മാത്രം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വെളിയിൽ നിന്ന് തൽപര കക്ഷികൾ വേണമെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കൂട്ടായിട്ട് ചേർന്ന് 50 പേരും 100 പേരും ചേർന്ന്, ഇപ്പം 10 പേര് ചേർന്ന് 1 ലക്ഷം രൂപ വെച്ചിട്ട് 10 ലക്ഷം രൂപയായി. ഓരോരുത്തർ 10 പേര് ചേർന്ന് 10 ലക്ഷം രൂപ വെച്ചിട്ട് 1 കോടി രൂപയായി. ഒരുമിച്ചൊരു പ്രോപ്പർട്ടി എടുക്കുമ്പോൾ എപ്പോഴും വളരെ വില കുറവാണ്. 10 സെൻറ്റ് എടുക്കുന്ന പൈസയല്ല 1 ഏക്കർ എടുക്കുന്നത്. അത് രണ്ട് ഇതാണ്. എന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് എടുത്ത് കൊടുക്കത്തക്ക രീതിയിലുള്ളൊരു സംവിധാനം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ പദ്ധതി വിഴിഞ്ഞത്തേക്കും കൂടെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വാങ്ങിക്കൊണ്ട് വലിയ പ്രോപ്പർട്ടി എടുത്ത് ഡിവൈഡ് ചെയ്ത് അവർക്കുള്ള പ്രോപ്പർട്ടികൾ അപ്പം തന്നെ കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 2, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വീടുകൾ ഇപ്പം തന്നെ ഞങ്ങളൊരു ഹോം സ്റ്റേ കരമനയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീധന്യ വാൻറ്റേജ് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഫ്രണ്ടിൽ അവിടെ നമ്മൾ ഒരു 10-15ഓളം ഹോം സ്റ്റേകൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ സർവീസ് അപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ്. അതുപോലെ തന്നെ കരമനയിൽ വീടായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ ആൾക്കാർ വന്ന് താമസിച്ച് തുടങ്ങി. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു വികസനം നടന്നു തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതൊരു വലിയ ജോലി സാധ്യതയുള്ളൊരു കാര്യം കൂടെയാണ്. കാരണം വിഴിഞ്ഞത്ത് വീട് വെച്ച് താമസിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ അവിടെ നിന്ന് മൂവ് ചെയ്തുകൊണ്ട് ആ വീടുകളെല്ലാം ദിവസ വാടകയ്ക്ക് കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യുകയാണ്. Airbnb പോലെ, അതുപോലെ തന്നെ Booking.com പോലെയുള്ള സൈറ്റുകളിൽ കൊടുത്തുകൊണ്ടും പിന്നെ വരുന്ന ആൾക്കാരുടെ വെച്ചിട്ടുള്ള കോൺടാക്ട്സ് വെച്ചുകൊണ്ടുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു വലിയ ജോലി സാധ്യതയുള്ള മേഖലയായിട്ട് മാറും. ഇപ്പം ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഷെയർ ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ പറ്റി, അതൊരാളിന് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 5 സെൻറ്റ് സ്ഥലമാണ് ആവശ്യം. ഞങ്ങളൊരു 1 ഏക്കർ സ്ഥലമായിരിക്കും നോക്കിക്കണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നത്. നോക്കിക്കണ്ട് റെഡിയാക്കിയിട്ട് ആ 1 ഏക്കർ സ്ഥലം ഒരു 10 പേരോ 15 പേരോ ആയിരിക്കും എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ ഈക്വലി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ഷെയർ നിങ്ങൾക്കായിരിക്കും പറയുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ പ്രോപ്പർട്ടി ആദ്യം പ്ലോട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കാണിച്ച് നിങ്ങൾക്ക് ഒരു പ്ലോട്ട് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് അത് എഴുതിത്തരാണ്. ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരിക്കും? മിനിമം 10 ലക്ഷം രൂപ മുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. എത്ര സെന്റ് ഉണ്ടാവും നമുക്ക്? 10 ലക്ഷം രൂപ മുതൽ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെൻറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. ലീഗലി നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ സപ്പോർട്ടായിരിക്കും അവർ കൂടുതൽ? ലീഗലി ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റ് മുഴുവൻ ഞങ്ങളൊരു വെരിഫൈ ചെയ്തിരിക്കും. കൃത്യമായിട്ട് ആ വസ്തുവിൽ വഴിയുണ്ടാവും. അതിൻ്റെ റോഡ് ടാറിങ് റോഡായിരിക്കും. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും നമ്മൾ മാക്സിമം പ്ലാൻ ചെയ്യുന്നത്. 2 തരത്തിലായിരിക്കും പ്രോപ്പർട്ടി വരുന്നത്. ഒന്ന് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിരിക്കും. 2ൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ആ രീതിയിലൊക്കെ ആയിരിക്കും. അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും നിബന്ധനകളും വെച്ചുകൊണ്ടായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലീസിന്റെ രീതിയിൽ കാണുവാണെങ്കിൽ എന്താണ് അത് ചെയ്യാൻ പറ്റുക? ഒന്ന്, മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ ലീസിന് കൊടുക്കണമെങ്കിൽ കിട്ടുന്ന പൈസ അല്ല നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ടും 2 രീതിയിലായിരിക്കും, കാറ്റഗറി ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഓരോ സ്ഥലത്തിൻ്റെയും പ്രാധാന്യം അനുസരിച്ചിട്ട് ലീസിന് കൊടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന വ്യത്യാസം വരും. ഇപ്പോൾ ലീസിന് വേണ്ടി ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടി ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ 10 പേര് ചേർന്ന് പ്രോപ്പർട്ടി എടുത്ത് ഗോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ് 10 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. പിന്നെ ഉള്ളിലോട്ടുള്ളൊരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 സെൻറ്റ് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് വെക്കാം. ഒരു 10 റൂം ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ റൂമിൽ വരുന്ന ആൾക്കാർ താമസിക്കുന്നതിന് മറ്റു കാര്യങ്ങളുള്ളത് ഡിവൈഡ് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം. ഒരു 25 സെൻറ്റ് സ്ഥലം നമ്മളെടുത്തു. നമ്മളൊരു 5 പേര് ചേർന്നിട്ടാണ് നമ്മളെടുത്തത്. ആ 25 സെൻറ്റ് സ്ഥലത്ത് നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്തു. ഒരു 25 അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് ചിന്തിക്കുക. ആ 25 അപ്പാർട്ട്മെൻറ്റ് നമുക്ക് റെൻറ്റിന് കൊടുത്തോ ഇല്ലെങ്കിൽ സെയിൽ ചെയ്തോ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമുക്കതിനെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റുന്ന പല മാർഗ്ഗങ്ങളും ആലോചിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഒരു കാര്യം കൂടെ. അതെ. ഇപ്പം നമ്മുടെ പ്രോപ്പർട്ടി ഇതുപോലെ എഴുതുന്ന സമയത്ത് ഇപ്പം ലീഗൽ ഫോർമാലിറ്റീസ്, പൊതുവേ ഈ ഒരു പ്രശ്നം കേൾക്കുന്നത് തലമുറ കൈമാറി വരുന്ന വസ്തുക്കളിലാണ് ഈ ഒരു പ്രശ്നങ്ങളുള്ളത്. ഇപ്പോൾ ആ നിയമത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അതോ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? ഈ പറഞ്ഞതുപോലെ പേപ്പർ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയ തന്നെയാണ്. നമുക്ക് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് പലതരത്തിലാണ്. ഒന്ന്,
നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ സ്ട്രെയിറ്റ് അവേ ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങുന്നു, വിലയാധാരം, വേറെ ഒന്നുമില്ല, ഞാൻ വില തന്നു, ഞാൻ വാങ്ങിച്ചു. പിന്നെ നിങ്ങളുടെ മകൾക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോപ്പർട്ടി നിങ്ങൾ എഴുതി കൊടുക്കുന്നു, ഇഷ്ടദാനം. പിന്നെ നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളാണ്, 2 സഹോദരിമാരും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളുടെ പ്രമാണം നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നു, ഭാഗപത്രം, ഓരോരുത്തർക്കും ഓരോ പറഞ്ഞു. അപ്പോൾ ഓരോ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചും അതിൻ്റെ തലയിലെഴുത്തുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തരത്തിലാണ്. ഇത് എത്രത്തോളം വ്യക്തവും കൃത്യവുമാണെന്ന് നോക്കി നമ്മൾ പരിശോധിച്ച് വേണം ഓരോ പ്രോപ്പർട്ടികൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് നമ്മളൊരു ലോണിലേക്ക് പോയാൽ, ഒരു ചെറിയ ലോണിലേക്ക് പോയാൽ ആ വക്കീൽ നോക്കിക്കോളും, ഇല്ലെങ്കിൽ ആ ബാങ്കുകാരൻ നോക്കിക്കോളും. നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കി പരിശോധിച്ച് തന്നെ നമ്മൾ എടുക്കണം. ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതിൻ്റെ പിന്നോട്ടുള്ള ഒരു 30 വർഷത്തെ ആധാരമെങ്കിലും ഒറിജിനൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. 30 വർഷത്തെ ആധാരം, കാരണം നമ്മുടെ ഈ പ്രമാണം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു 30 വർഷം വരെയുള്ള ഒറിജിനൽ ആധാരങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ രീതി. ചില കാര്യങ്ങളിൽ നമുക്കത് സംഭവിക്കില്ല. കാരണം നിങ്ങൾ 50 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് 20 സെൻറ്റ് സ്ഥലം കൊടുത്തു, ബാക്കി 30 സെൻറ്റ് സ്ഥലം നിങ്ങളെ ഇരിക്കുകയാണ്, ഒറിജിനൽ ആധാരം നിങ്ങളുടെ ഇരിക്കൂ, ഇദ്ദേഹത്തിന് 20 സെൻറ്റേ ഉള്ളൂ. ആ 20 സെൻറ്റ് എനിക്ക് എഴുതി തരുമ്പോഴത്തേക്ക് എനിക്ക് ഒറിജിനൽ ആധാരം കിട്ടൂല, മുന്നാധാരം നിങ്ങളുടെ തന്നെ ഇരിക്കും, ഇദ്ദേഹത്തിൻ്റെ ആധാരം മാത്രമേ ഇരിക്കും. അങ്ങനെ ചില നൂലാമാലകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പേപ്പർ വെരിഫിക്കേഷൻ്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാതെ അത് കൃത്യമായി നോക്കി കണ്ട് മനസ്സിലാക്കി തന്നെ എടുക്കണം. തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ചൊരു വലിയ ശാപം അതാണ്. നല്ല നല്ല ഒരുപാട് പുരയിടങ്ങൾ കിടപ്പുണ്ട്, പക്ഷേ അതിൻ്റെ പേപ്പറുകളൊന്നും ശരിയായിരിക്കില്ല. 30-40 വർഷം മുന്നേ ഉള്ള കാര്യങ്ങളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തു വെച്ചിരുന്ന ആൾ ചിലപ്പോൾ ജീവിച്ചിരുന്നിട്ടുണ്ടാവില്ല. അപ്പൊ അന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ വസ്തു ആധാരമോ വിലയാധാരമോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കിട്ടിയതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതേസമയം ലീഗൽ ഹെയർഷിപ്പ് വഴി നിങ്ങളുടെ അച്ഛൻ മരിച്ച് അച്ഛൻ്റെ അവകാശം എനിക്ക് കിട്ടിയതാണെങ്കിൽ അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആണ്, അച്ഛൻ്റെ ലീഗൽ ഹെയർഷിപ്പും വേണം. ആ ലീഗൽ ഹെയർഷിപ്പ് വഴിയാണ് നിങ്ങൾ അതിൻ്റെ അവകാശമായി മാറുന്നത്. അതുവഴിയാണ് നിങ്ങൾക്ക് ആധാരം എഴുതാതെ തന്നെ അച്ഛൻ്റെ വസ്തു നിങ്ങൾക്ക് പിന്തുടർച്ച പോക്കുവരവ് വഴി നിങ്ങളുടെ വസ്തുവായി മാറുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ആ 3 ഡോക്യുമെൻറ്റും വേണം. വേറെ ആധാരം നിങ്ങളുടെ ഇല്ല. അച്ഛൻ്റെ വസ്തു നിങ്ങൾ അവകാശിയാണെന്ന് പറയുമ്പോൾ അതിന് ആധാരം എന്ന് പറയുന്നത് ഈ ലീഗൽ ഹെയർഷിപ്പും ഈ ഡെത്ത് സർട്ടിഫിക്കറ്റും മാത്രമാണ്. അതില്ല എങ്കിൽ പിന്നെ എങ്ങനെ വരും? അച്ഛൻ മരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ്. മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛന് വേറെ മക്കളുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഇദ്ദേഹമാണ് അവകാശിയാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ലീഗൽ ഹെയർഷിപ്പ്. ഇത് രണ്ടും വെച്ചിട്ടാണ് വില്ലേജ് ഓഫീസർ നിങ്ങളാണ്, നിങ്ങളുടെ അച്ഛൻ മരിച്ചുപോയി, നിങ്ങളാണ് പിന്തുടർച്ച അവകാശി, ശരി നിങ്ങളുടെ പേരിലോട്ട് പോക്കോരോ ചെയ്ത് തന്നിരിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾ അവകാശിയായി മാറുന്നത്. അതിന് ഈ 2 ഡോക്യുമെൻറ്റും ആവശ്യമാണ്. അപ്പം ഇനിയും ഒത്തിരി ഡെവലപ്മെന്റ് ഇവിടെ വരാനുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ടൈമാണ്. അതെ, റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൈം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂടെ ഷെയർ ചെയ്ത് തന്ന അരുൺ വേലായുധൻ ചേട്ടനുണ്ട് നമ്മുടെ കൂടെ. താങ്ക് യു അരുൺ ചേട്ടാ. ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു.